ഷിയുടെ ഓർമ്മകൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അവനെന്ന് 9 വയസ്സ് മാത്രമാണ് പ്രായം. 1966 ബീജിങ്ങിലെ അസ്ഥി മരവിപ്പിക്കുന്ന മഞ്ഞുകാല വൈകുന്നേരം. ടൗൺ സ്ക്വയറിൽ കൂടി നിൽക്കുന്ന ജനക്കൂട്ടം. അതിനു നടുവിൽ ചങ്ങലകളിൽ ബന്ധിച്ച് അവനും അവൻ്റെ പ്രിയപ്പെട്ട അച്ഛനും. രണ്ടുപേരും ഓരോ ഇരുമ്പ് തൊപ്പി വെച്ചിട്ടുണ്ട്. അത് മാവോയുടെ പട്ടാളക്കാർ അണിയിച്ചതാണ്. അന്ന് ചൈനയിലെ ഏറ്റവും വലിയ അപമാന ചിഹ്നമാണ് ആ തൊപ്പി. അത് ധരിച്ചവൻ സ്റ്റേറ്റിൻ്റെ കണ്ണിൽ പുഴുത്ത പട്ടിക്ക് സമവും. ഈ സമയമത്രയും ജനക്കൂട്ടം അവനെയും അച്ഛനെയും കൂവി വിളിക്കുന്നുണ്ടായിരുന്നു. പട്ടാളക്കാർ ഷിയെ അവൻ്റെ അച്ഛന് നേരെ തിരിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഈ ഭീരുവായ വിപ്ലവത്തിൻ്റെ ശത്രുവായ അച്ഛനെ തള്ളിപ്പറയൂ. അത് കേട്ടപ്പോൾ ജനക്കൂട്ടം കൂടുതൽ ഉറക്കെ ആർത്തു വിളിച്ചു. അതവൻ്റെ ഹൃദയം തകർത്തു. അവൻ്റെ അച്ഛൻ എങ്ങനെയാണ് വിപ്ലവത്തിൻ്റെ ശത്രു ആകുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവന് ബോധമുദിച്ച നാൾ മുതൽ അവൻ്റെ അച്ഛൻ ഷീ റോങ്സു കമ്മ്യൂണിസ്റ്റുകാരനാണ്, വിപ്ലവകാരിയാണ്. പിന്നെങ്ങനെ അദ്ദേഹം വിപ്ലവത്തിൻ്റെ ശത്രുവാകും? അത്രയൊന്നും ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അച്ഛൻ മകനെ ദൈന്യതയോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്നെ തള്ളിപ്പറഞ്ഞ് നീയെങ്കിലും ജീവൻ രക്ഷിക്കൂ എന്ന ഭാവത്തിൽ. മഞ്ഞിൽ മരവിച്ച ചുണ്ടുകൊണ്ട് ഷീ ജിൻപിങ് ഒടുക്കം അവൻ്റെ അച്ഛനെ തള്ളിപ്പറഞ്ഞു. ഇയാൾ വഞ്ചകനാണ്, ഇയാൾ വിപ്ലവത്തിൻ്റെ ശത്രുവാണ്. അന്ന് ആ നിമിഷം ഷീ ജിൻപിങ്ങിൻ്റെ ബാല്യം അവസാനിച്ചു. അവൻ്റെ കുട്ടിത്തം എന്നേക്കുമായി മരിച്ചുപോയി. സ്വന്തം അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അവൻ തല താഴ്ത്തി മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു. അതേ രാത്രി തന്നെ അവൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു. മാവോയുടെ റെഡ് ഗാർഡ്സ് വീട്ടിലെ പുസ്തകങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി. എല്ലാം ചവിട്ടി മെതിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ഒരു രാജകുമാരൻ്റെ ജീവിതത്തിൽ നിന്ന് ഷീ ജിൻപിങ് തെരുവാധാരമായി. അവരുടെ കുടുംബത്തിൻ്റെ അഭിമാനം, പാരമ്പര്യം, സന്തോഷം എല്ലാം മാവോയുടെ സാംസ്കാരിക വിപ്ലവ കൊടുങ്കാറ്റിൽ തുടച്ചു നീക്കപ്പെട്ടു. അമ്മ കരഞ്ഞു തളർന്നു. സാംസ്കാരിക വിപ്ലവത്തിൻ്റെ അന്ത്യവിധി അവിടെയും അവസാനിച്ചില്ല. പാർട്ടിയെ വഞ്ചിച്ച കുറ്റത്തിന് അടുത്ത തലമുറയെയും ശിക്ഷിക്കുക എന്നതായിരുന്നു മാവോയുടെ നയം. അവർ ഷിയെ രാജ്യത്തിൻ്റെ അതിവിദൂരമായ അർത്ഥമരുഭൂമിയായ ലിയാങ്ജിയാഹയിലേക്ക് നാടുകടത്തി. അവിടെ ഖനികളിൽ കല്ലും മണ്ണും ചുമക്കാൻ. ലിയാങ്ജിയാഹയിലെ ഗുഹകളിലായിരുന്നു അവൻ്റെ ഉറക്കം. പകൽ മുഴുവൻ എല്ലുമുറിയുന്ന പണി. തൊണ്ട നനയാനുള്ള ചായയും ഒരു കഷ്ണം റൊട്ടിയും മാത്രമാണ് റേഷൻ. 13 വയസ്സ് മാത്രമുണ്ടായിരുന്ന അവൻ്റെ മനസ്സും അവിടെ വിണ്ടു കീറി. അധികം വൈകാതെ ഒരു കാര്യം അവൻ തിരിച്ചറിഞ്ഞു. ഇവിടെ തൻ്റെ കരച്ചിൽ കേൾക്കാൻ ആരുമില്ല. കാരണം എല്ലാവരും കരയുകയാണ്. അവൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ വിപ്ലവത്തിൻ്റെയോ ശത്രുവായിരുന്നില്ല, മാവോ സേതുങ്ങിൻ്റെ മാത്രം ശത്രുവായിരുന്നു. ആ മാവോയെ എതിർക്കണമെങ്കിൽ മാവോയേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് ആകണം, ചുവപ്പിനേക്കാൾ ചുവപ്പ്. ആ തിരിച്ചറിവാണ് ഗുഹയിലെ വെളിച്ചമായി ആളിക്കത്തിയത്. ലിയാങ്ജിയാഹെ നരക ഗുഹയിലെ 7 വർഷങ്ങൾ അവനെ തീയിൽ ഊതിക്കാച്ചിയെടുത്തു. അതവനെ ചൈനയുടെ പ്രസിഡന്റും പരമാധികാരിയുമാക്കി. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനാക്കി. അവനെ നാടുകടത്തിയ അതേ പാർട്ടിയെ കൈവെള്ളയിലിട്ട് അമ്മാനമാടി പരമാധികാരിയായി അയാൾ ഇപ്പോഴും ചൈന വാഴുന്നു. ഷീ ജിൻപിങ്ങിൻ്റെ കഥയാണിത്. 1953 ജൂൺ 15 അതിരാവിലെയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ ബെയ്ജിങ്ങിൽ ഷീ ജിൻപിങ് ജനിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈന യാഥാർത്ഥ്യമായിട്ട് 4 വർഷം കഴിഞ്ഞതേയുള്ളൂ. ചൈനീസ് വിപ്ലവം ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയതിനൊപ്പം ആയിരക്കണക്കിന് പേരെ പൊളിറ്റിക്കൽ എലൈറ്റുകളുമാക്കിയിരുന്നു. റെഡ് അരിസ്റ്റോക്രാറ്റുകൾ എന്നാണ് അത്തരം കമ്മ്യൂണിസ്റ്റ് പ്രഭുക്കളുടെ പേര്. അങ്ങനെയൊരു റെഡ് അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിലാണ് ഷീ ജിൻപിങ് ജനിച്ചത്. ജിൻപിങ്ങിൻ്റെ പിതാവ് ഷീ ഷോങ്സുൻ അന്ന് ചൈനീസ് ഉപപ്രധാനമന്ത്രിയാണ്. ചൈനീസ് വിപ്ലവ ചരിത്രത്തിലെ ഇതിഹാസ പോരാളി, മാവോ സേതുങ്ങിൻ്റെ വിശ്വസ്തനായ ഗറില്ല നേതാവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരം പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ ജനിച്ച ഷീ ജിൻപിങ്ങിന് വളരാൻ അധികാരത്തിൻ്റെയും വിപ്ലവാഭിമാനത്തിൻ്റെയും തണലുണ്ടായിരുന്നു. ചൈനയിൽ ഇത്തരം റെഡ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ജനിച്ചവരെ പ്രിൻസ്ലിങ്സ്, വിപ്ലവത്തിൻ്റെ രാജകുമാരന്മാർ എന്നാണ് വിളിച്ചിരുന്നത് തന്നെ. രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പ്രാപ്തിയുള്ള പൊളിറ്റിക്കൽ എലൈറ്റ്സിൻ്റെ മുൻനിരയിലേക്ക് ജനനം കൊണ്ടേ അവർ പ്രതിഷ്ഠിക്കപ്പെടും. വിപ്ലവത്തിൻ്റെ വിജയഗാഥകളും കമ്മ്യൂണിസ്റ്റ് മിലിറ്ററി പ്രൊപ്പഗാൻഡ ഗാനങ്ങളും പശ്ചാത്തലമൊരുക്കിയ ബാല്യം. ബെയ്ജിങ്ങിൻ്റെ ഹൃദയഭാഗത്ത് കനത്ത സുരക്ഷയുള്ള റോങ് നാൻ ഹൈ കോമ്പൗണ്ടിലാണ് ഷീ ജിൻപിങ് വളർന്നത്. ചൈനീസ് ഭരണാധികാരികളുടെയും വിപ്ലവ നായകന്മാരുടെയും ഔദ്യോഗിക വസതികളുള്ള ഈ സ്ഥലം സാധാരണ ചൈനീസ് പൗരന്മാർക്ക് എത്തി നോക്കാനാവാത്ത ലോകമായിരുന്നു. കിൻ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും തടാകങ്ങളും തണൽ വിരിച്ച പാതകളും നിറഞ്ഞ, പുറം ലോകത്തിൽ നിന്ന് തികച്ചും ഒറ്റപ്പെട്ട ചൈനീസ് രാഷ്ട്രീയത്തിൻ്റെ പരമോന്നത കേന്ദ്രം. ബാല്യത്തിൽ ആഗ്രഹിച്ചതെന്തും ഷീ ജിൻപിങ്ങിന് കിട്ടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാക്കളുടെ മക്കൾ മാത്രം പഠിക്കുന്ന ബെയ്ജിങ്ങിലെ ഏറ്റവും പ്രശസ്തമായ ബായി സ്കൂളിലാണ് ഷീ വിദ്യാഭ്യാസം തുടങ്ങിയത്. ഉപപ്രധാനമന്ത്രിയാണെങ്കിലും അധികാരം കിട്ടി വിപ്ലവം തണുത്തപ്പോൾ
കമ്മ്യൂണിസ്റ്റ് ആദർശം മറന്നയാളായിരുന്നില്ല ഷീ റോങ്സിൻ. ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അത് മക്കളെയും പഠിപ്പിച്ചു. മൂത്ത സഹോദരിമാരുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും അവർക്ക് പാകമാകാതെയായാൽ തുന്നിക്കൂട്ടി അമ്മ ഏറ്റവും ഇളയ മകൻ ഷീ ജിൻപിങ്ങിന് കൊടുക്കും. ചൈനീസ് തൊഴിലാളി സഖാക്കളുടെ ലളിതമായ ഭക്ഷണമാണ് വീട്ടിൽ വിളമ്പിയിരുന്നത്. പിന്നെ പാർട്ടി വിദ്യാഭ്യാസം നിർബന്ധമായിരുന്നു. അതിൽ തന്നെ ഘടുകട്ടി വിപ്ലവ സിദ്ധാന്തങ്ങളുടെ അവതരണവും പ്രയോഗങ്ങളുമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ 1958 5 വയസ്സായപ്പോൾ തന്നെ ഷീ ജിൻപിങ്ങിനെ പാർട്ടി പ്രത്യയശാസ്ത്രം സ്വാധീനിച്ചു തുടങ്ങി. പെൺകുട്ടികളുടെ പഴയ വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലെത്തിയതിന് കൂട്ടുകാരുടെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നെങ്കിലും ലളിത ജീവിതവും ആത്മത്യാഗവുമാണ് വിപ്ലവകാരിയെ തിരിച്ചറിയാനുള്ള ലക്ഷണമെന്ന പിതാവിൻ്റെ വാക്കുകൾ അവൻ നെഞ്ചിലേറ്റി. രാത്രികളിൽ അച്ഛൻ തങ്ങളുടെ ലോങ് മാർച്ചിനെ കുറിച്ച് അവന് പറഞ്ഞു കൊടുക്കും. ഇരുപുറവും നിന്നിരുന്നവർ തണുപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും വെടിയുണ്ടയേറ്റും വീണപ്പോൾ തങ്ങൾ എങ്ങനെയാണ് മുന്നേറിയതെന്ന് വിശദീകരിക്കും. മഹാനായ നേതാവ് മാവോയുടെ വാക്കുകൾ പകർന്ന വീര്യം എന്തായിരുന്നുവെന്ന് ഓർക്കും. ഷീ ഉറങ്ങിയത് കടും ചുവപ്പുള്ള സ്വപ്നങ്ങൾ കണ്ടായിരുന്നു. പാർട്ടിയോടുള്ള കൂറ്, അതിൻ്റെ പാർലമെൻ്ററി വ്യവസ്ഥയോടുള്ള വിശ്വസ്തത, ഇത് രണ്ടും അച്ഛൻ ഷീ റോങ്സിൻ ആ 5 വയസ്സുകാരനിൽ ഊട്ടിയുറപ്പിച്ചു. അതിനിടെ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ കേട്ടു തുടങ്ങി. ലോങ്നാൻ ഹൈ കോമ്പൗണ്ടിലെ ഷീയുടെ വീട്ടിലും പതിവില്ലാതെ പാർട്ടി അതിഥികളെത്തി. ചെയർമാൻ മാവോയെക്കുറിച്ചായിരുന്നു അവരുടെ സംസാരാത്രയും. അച്ഛൻ്റെ മടിയിലിരുന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച ഷീക്ക് സംശയങ്ങളുണ്ടായി. ഇതാദ്യമായി അച്ഛൻ്റെ സഖാക്കൾ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കാതെ കൂടുതൽ സമയവും നേതാവിനെക്കുറിച്ച് സംസാരിക്കുന്നു. അത് പതിവുള്ളതായിരുന്നില്ല. കേട്ടതെല്ലാം അനുഭവിക്കാനുള്ള നാളുകളായിരുന്നു പിന്നീട്. 1962 സെപ്റ്റംബർ മാസത്തിലെ ഒരൊറ്റ രാത്രി കൊണ്ട് 9 വയസ്സുകാരനായ ഷീ ജിൻപിങ്ങിൻ്റെ ലോകം തവിട് പൊടിയാകുന്നത് വരെ എത്തി ആ അടക്കം പറച്ചിലുകൾ. മാവോയ്ക്ക് തൻ്റെ ഉപപ്രധാനമന്ത്രി ഷീ റോങ്സുനിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ്. പാർട്ടിയിലും അധികാരത്തിലും മാവോ സേതുങ്ങിൻ്റെ ഏകാധിപത്യ നിലപാടുകൾ വിമർശിക്കുന്ന ലിയു ഷിദാൻ എന്ന പേരിലൊരു നോവൽ ആയിടെ പുറത്തിറങ്ങിയിരുന്നു. 1936 വിപ്ലവത്തിനിടെ കൊല്ലപ്പെട്ട, പാർട്ടി രക്തസാക്ഷിയായി പ്രഖ്യാപിച്ച ലിയു ഷിദാൻ എന്ന ചൈനീസ് വിപ്ലവകാരിയെക്കുറിച്ചുള്ള പുസ്തകം. ലിയു ഷിദാൻ്റെ അനുജൻ ലിയു ജിങ്ഫാൻ്റെ ഭാര്യ ജിയാങ് ടോങ് ആണ് 1956 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പബ്ലിഷിംഗ് ഹൗസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ നോവൽ എഴുതാൻ തുടങ്ങിയത്. ചൈനയിലെ ഷാങ്സി പ്രദേശത്ത് നോവലിലെ നായകൻ ലിയു ഷിദാൻ, ഗാവോ ഗാങ്, പിന്നെ ഷീ ജിൻപിങ്ങിൻ്റെ പിതാവ് ഷീ റോങ്സുൻ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച റെഡ് ആർമി ബേസിൻ്റെയും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും കഥയാണ് നോവലിൻ്റെ പ്ലോട്ട്. അതുതന്നെയാണ് മാവോയ്ക്ക് രുചിക്കാതിരുന്നത്. ലിയു ഷിദാനും ഷീ ജിൻപിങ്ങിൻ്റെ പിതാവുമെല്ലാം വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ കർഷക പ്രക്ഷോഭങ്ങളും ഗറില്ല യുദ്ധങ്ങളും നടത്തി പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള യാൻ ആൻഡ് സോവിയറ്റ് പടുത്തുയർത്തിയ കഥയിൽ എവിടെയും മാവോ ഇല്ല. മാവോയെ ഹീറോ ആക്കാത്ത നോവൽ അന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചിന്തിക്കാനാവാത്തതാണ്. നോവലിൻ്റെ കൈയെഴുത്ത് പരിശോധിച്ച ചൈനീസ് നേതാക്കൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പബ്ലിഷിംഗ് ഹൗസിൻ്റെ മേധാവിയായ സഖാവ് കാങ് ഷെങ്, ഈ പുസ്തകം മാവോ സേതോങ്ങിൻ്റെ വിപ്ലവ സംഭാവനകളെ ചെറുതാക്കി കാണിച്ചെന്നും പാർട്ടിയിൽ മാവോയുടെ എതിരാളിയായിരുന്ന ഗാവോ ഗാങ്ങിനെ ഉയർത്തിക്കാട്ടിയെന്നും റിപ്പോർട്ട് ചെയ്തു. 1962 മാവോ സേതോങ് നോവലിനെ ശക്തമായി അപലപിച്ചു. നോവൽ നിരോധിക്കപ്പെട്ടു. നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയത് ഇതേ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയായ ഷീ റോങ്സുനാണെന്നും ആരോപണം വന്നു. അതായത് ഷീ ജിൻപിങ്ങിൻ്റെ അച്ഛൻ. മാവോ സേതുങ്ങിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അത് മതിയായിരുന്നു ജീവനടക്കം എല്ലാം നഷ്ടപ്പെടാൻ. 1962 സെപ്റ്റംബറിൽ ഷീ റോങ്സുനെ ഉപപ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും മാവോ സേതുങ് നീക്കം ചെയ്തു. അദ്ദേഹത്തെ തടവിലാക്കി. ആ രാത്രിയാണ് നമ്മൾ ആദ്യം കണ്ട പൊതുവിചാരണ നടന്നത്. ആ പ്രഹസനത്തിനൊടുവിൽ ഷിയുടെ പിതാവിനെ ലോയോങ് നഗരത്തിലെ ട്രാക്ടർ ഫാക്ടറിയിൽ സാധാരണ തൊഴിലാളിയായി ജോലി ചെയ്യാൻ നാടുകടത്തി. ഒരു 9 വയസ്സുകാരന് നേരിടാൻ പറ്റാത്തത്രയും വലിയ രാഷ്ട്രീയ ദുരന്തമാണത്. പൊതുവിചാരണയിൽ പരസ്യമായി സ്വന്തം പിതാവിനെ തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നു. വിപ്ലവ ചൈനയുടെ നായകനായിരുന്ന പിതാവ് പാർട്ടി വിരുദ്ധനും രാജ്യദ്രോഹിയുമായി നാടുകടത്തപ്പെട്ടു. മാവോയെ ഭയന്ന് ഷിയുടെ കുടുംബത്തോട് ആരും സംസാരിക്കാതായി. ലോങ്നാൻ ഹായിലെ സ്റ്റേറ്റ് ഹൗസിൽ നിന്ന് ഷീ കുടുംബം പുറത്താക്കപ്പെട്ടു. വിപ്ലവ വിരുദ്ധൻ്റെ മകനെ കൂട്ടുകാർ ഉപേക്ഷിച്ചു. അധ്യാപകർ മാറ്റി നിർത്തി. ബീജിങ്ങിലെ ഒരു ചേരിപ്പുരയിലേക്ക് മാറിയ ആ കുടുംബത്തെ അവിടെയും പാർട്ടി വെറുതെ വിട്ടില്ല. വീട്ടിൽ പാർട്ടിയുടെ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും പതിവായി. അമ്മ 9 വയസ്സുകാരൻ ഷിയോട് ആവശ്യപ്പെട്ടു, ഇനി നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, തലയുയർത്തി നടക്കൂ. ഷീ പഠനം തുടർന്നു. അതോടൊപ്പം ഒരു തുണിമില്ലിൽ ജോലി ചെയ്തു. പാർട്ടിയുടെ വിലക്കുള്ളതിനാൽ ആ ജോലിയിൽ നിന്നും പുറത്താക്കി. ആളെ തിരിച്ചറിയാതിരിക്കാൻ മുഖം മൂടിക്കെട്ടി
സൂപ്പുണ്ടാക്കി തെരുവിൽ വിൽക്കുന്നവർക്കൊപ്പം അവനും കൂടി. അവിടെയൊന്നും അത് അവസാനിച്ചില്ല. അവൻ്റെ ദുരിതങ്ങൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വരാനിരിക്കുന്നത് സാംസ്കാരിക വിപ്ലവമാണ്. ഷിയെപ്പോലുള്ളവരാണ് അവിടെ ആ ധീരകൾ. ബീജിങ്ങിലെ ചുവന്ന ഗുൽമോഹർ മരങ്ങൾ ഒരുമിച്ച് പൂക്കാൻ തുടങ്ങിയ 1966 മെയ് മാസമാണ് അത് തുടങ്ങിയത്. മാവോ സേതുങ് സാംസ്കാരിക വിപ്ലവം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ നൂറ്റാണ്ടുകളായി ചൈനീസ് സമൂഹം കെട്ടിപ്പടുത്ത മൂല്യങ്ങളും വ്യവസ്ഥിതികളും ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിയപ്പെട്ടു. പഴയ ചിന്തകൾ, പഴയ സംസ്കാരം, പഴയ ആചാരങ്ങൾ, പഴയ ശീലങ്ങൾ എന്നിവയെ 4 പഴഞ്ചൻ കാര്യങ്ങൾ എന്ന് മാവോ വിശേഷിപ്പിച്ചു. അവ ചൈനയിൽ നിന്ന് പിഴുതെറിയുമെന്ന് പ്രഖ്യാപിച്ചു. ബെയ്ജിങ്ങിലെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടി. വിപ്ലവഗാനങ്ങൾ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളും മാവോയുടെ റെഡ് ബുക്കും മാത്രം യുവാക്കൾ കയ്യിലെടുത്തു. മാവോയുടെ പ്രഖ്യാപനത്തിൽ ആവേശം കൊണ്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും റെഡ് ഗാർഡുകൾ എന്ന സായുധ വിപ്ലവ സംഘങ്ങളുണ്ടാക്കി. അവർ തെരുവുകൾ കീഴടക്കി, ചരിത്ര സ്മാരകങ്ങൾ തകർത്തു, ലൈബ്രറികൾക്ക് തീയിട്ടു. ഷീ റോങ്സുൻ്റെ കുടുംബം റെഡ് ഗാർഡുകളുടെ പ്രധാന ലക്ഷ്യമാണ്. 1967 ആയപ്പോഴേക്കും കൾച്ചറൽ റവല്യൂഷൻ അതിൻ്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലെത്തി. സ്വാഭാവിക നീതിയും പൗരാവകാശങ്ങളും ചൈനയിൽ ഇല്ലാതായി. തെരുവിൽ വിപ്ലവ കോടതികൾ അനീതി മാത്രം നടപ്പാക്കി. 1967 മാർച്ച് മാസത്തിലെ രാത്രിയിൽ റെഡ് ഗാർഡുകൾ ഷീയുടെ ചേരിപ്പുരയുടെ വാതിൽ തകർത്ത് അകത്ത് കയറി 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഷീ ജിൻപിങ്ങിനെ അറസ്റ്റ് ചെയ്തു. വിപ്ലവ വിരുദ്ധൻ്റെ മകൻ എന്നത് മാത്രമാണ് കുറ്റം. റെഡ് ഗാർഡ് അവനെ തല്ലിച്ചതച്ചു. അടുത്ത ദിവസം തന്നെ പരസ്യ വിചാരണ നടന്നു. കൗമാരക്കാരനായ ഷീ ജിൻപിങ്ങിൻ്റെ കഴുത്തിൽ കുറ്റപത്രങ്ങൾ എഴുതിയ ഇരുമ്പ് പലക തൂക്കിയിട്ട് മണിക്കൂറുകളോളം നിർത്തി. പിന്നെ ഷീയുടെ അമ്മയെ അവന് മുന്നിൽ നിർത്തി. എന്നിട്ട് മകനെ തള്ളിപ്പറയാൻ നിർബന്ധിച്ച് മർദ്ദിച്ചു. ഗത്യന്തരമില്ലാതെ ആൾക്കൂട്ടത്തിന് മുന്നിൽ സ്വന്തം അമ്മ പോലും മാവോയുടെ ശത്രുവിൻ്റെ മകനെന്ന് ഷീ ജിൻപിങ്ങിനെ വിളിച്ചു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ട ഷീ ദിവസങ്ങളോളം തൻ്റെ കുറ്റങ്ങൾ എഴുതിയ ഇരുമ്പ് പലക കഴുത്തിൽ തൂക്കി ജയിലിൽ കിടന്നു. മാസങ്ങൾക്ക് ശേഷം അവൻ്റെ തണുത്ത് മരവിച്ച സെൽമുറിയിലേക്ക് അടുത്ത ദുരന്ത വാർത്തയെത്തി. ഷീ ജിൻപിങ്ങിൻ്റെ മൂത്ത അർദ്ധ സഹോദരി ഷീ ഹെപ്പിങ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. പിതാവ് ഷീ ഷോങ്സുൻ്റെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു ഷീ ഹെപ്പിങ്. അവളും ഷീ ജിൻപിങ്ങിനെ പോലെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് ഇരയായിരുന്നു. റെഡ് ഗാർഡ് അവളെ ജീവിക്കാനോ തൊഴിലെടുക്കാനോ സമ്മതിച്ചില്ല. തെരുവിലിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലി. അപമാനവും ഭയവും താങ്ങാനാവാതെ ഷീ ഹെപ്പിങ് സ്വയം ജീവൻ ഒടുക്കിയെന്നാണ് മുനിസിപ്പാലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നത്. സാംസ്കാരിക വിപ്ലവത്തിന് ശേഷം പുറത്തുവന്ന രേഖകളിൽ ഷീ ഹെപ്പിങ് റെഡ് ഗാർഡുകളുടെ ശാരീരിക പീഡനത്താൽ കൊല്ലപ്പെട്ടതാണെന്ന് തെളിഞ്ഞിരുന്നു. 1968 ഡിസംബറിൽ മാവോ സേതുങ് വിപ്ലവ ചൈനയുടെ അടുത്ത രാഷ്ട്രീയ തന്ത്രം പ്രഖ്യാപിച്ചു: ഗ്രാമങ്ങളിലേക്ക് പോവുക. ചൈനയിലെ അക്കാലത്തെ കൊടും ദാരിദ്ര്യവും പട്ടിണി മരണങ്ങളും മാത്രമായിരുന്നില്ല അതിന് കാരണം. തൻ്റെ ഇഷ്ടം നടപ്പാക്കാൻ വേണ്ടി മാവോ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ റെഡ് ഗാർഡ്സ് നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് പോയിരുന്നു. അവർ കണ്ണിൽ കണ്ടവരെയെല്ലാം വേട്ടയാടി, കൊന്നു, ബലാത്കാരം ചെയ്തു, തീയിട്ടു, കമാൻഡ് സെൻ്ററുകളെ ധിക്കരിച്ചു. റെഡ് ഗാർഡ്സിനെ ഒതുക്കിയില്ലെങ്കിൽ മറ്റൊരു ദുരന്തം കൂടി മുന്നിൽ കണ്ട മാവോ അവരെ ചിതറിക്കാൻ വേണ്ടി കൂടിയാണ് ഗ്രാമങ്ങളിലേക്ക് പോകാൻ ആഹ്വാനം ചെയ്തത്. പദ്ധതിയിലൂടെ ബെയ്ജിങ്ങിലെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും വിദൂര ഗ്രാമങ്ങളിലേക്ക് നാടുകടത്തി. ഗ്രാമങ്ങളിലെ കർഷകരിൽ നിന്ന് റീ എഡ്യൂക്കേഷൻ നേടുക, അതായിരുന്നു ലക്ഷ്യം. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷീ ജിൻപിങ്ങിനും ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള ഊഴെത്തി. വിപ്ലവ കുറ്റവാളിയായതിനാൽ പരിഗണനകളൊന്നും അവന് കിട്ടിയില്ല. 15-ാം വയസ്സിൽ ഷാൻസി പ്രവിശ്യയിലെ യാനാൻ മേഖലയിലുള്ള ലിയാങ് ജിയാഹെ എന്ന വിദൂര ഗ്രാമത്തിലേക്കാണ് ഷിയെ നാട് കടത്തിയത്. ചൈനയിലെ ഏറ്റവും ദരിദ്രവും വരണ്ടതുമായ ലോസ് പീഠഭൂമിയിലാണ് ലിയാങ് ജിയാഹെ ഗ്രാമം. ഇലക്ട്രിസിറ്റിയോ കുടിവെള്ളമോ റോഡുകളോ ഇല്ല. എന്തിന്, ആ ഗ്രാമത്തിൽ വീടുകൾ പോലുമില്ല. ചൈനീസ് പീഠഭൂമികളിലെ മഞ്ഞ നിറമുള്ള കുന്നുകളിൽ വെട്ടിയുണ്ടാക്കിയ യാവോഡോങ് എന്നറിയപ്പെടുന്ന ഗുഹകളിലാണ് ഗ്രാമീണരുടെ വാസം. ആധുനിക ലോകത്തെ ഗുഹാമനുഷ്യരുടെ ഗ്രാമം. ബെയ്ജിങ്ങിൽ നിന്ന് തീവണ്ടിയിലും ട്രക്കിലും നടന്നുമായി ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ ഷീ ജിൻപിങ് ലിയാങ് ജിയാഹയിലെത്തി. സങ്കല്പിക്കാവുന്നതിലും അധികം നരകമായ ആ ലോകം കണ്ട് അവൻ ഞെട്ടിത്തെരിച്ചുപോയി. പക്ഷേ അവന് വേറെ തിരഞ്ഞെടുപ്പുകളില്ല. ഒന്നുകിൽ ഇവിടെ തുടരുക, അല്ലെങ്കിൽ മരിക്കുക. പകൽ മുഴുവൻ വയലുകളിൽ അർത്ഥമില്ലാത്ത അധ്വാനം. രാത്രിയിൽ ഗുഹയ്ക്കുള്ളിലെ ചെള്ളും പേനും നിറഞ്ഞ കിടക്കകളിൽ ഉറക്കം. വയലിൽ നിന്ന് പറിക്കുന്ന ചോളം പുഴുങ്ങിയത് മാത്രമാണ് ഭക്ഷണം. വിപ്ലവ വിരുദ്ധൻ്റെ മകനായതുകൊണ്ട് തന്നെ പ്രാദേശിക കമ്മ്യൂണുകളിലെ ഉദ്യോഗസ്ഥരും കർഷകരും അവനോട് മനുഷ്യത്വമില്ലാതെ പെരുമാറി. വെളിച്ചമില്ലാത്ത മഞ്ഞ ഗുഹയിൽ ഇനിയും തുടർന്നാൽ തണുത്ത് മരവിച്ച് രോഗം പിടിച്ച് പട്ടിണി കിടന്ന് താൻ ചത്തുപോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒളിച്ചോടാൻ ഷീ ജിൻപിങ് പദ്ധതിയിട്ടു.
1969 തുടക്കത്തിൽ 16-ാം വയസ്സിൽ ഷീ ലിയാങ് ജിയാഹയിൽ നിന്ന് ആരും അറിയാതെ രക്ഷപ്പെട്ടു. നൂറുകണക്കിന് കിലോമീറ്ററുകൾ നടന്നും ട്രക്കുകളിൽ കയറിയും ജന്മനാടായ ബെയ്ജിങ്ങിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ ബെയ്ജിങ് അവനെ സ്വീകരിച്ചില്ല. സ്വന്തം വീട്ടിൽ ഒളിച്ചു താമസിക്കാൻ ശ്രമിച്ച അവൻ ഉടൻ തന്നെ കണ്ടുപിടിക്കപ്പെട്ടു. ഇത്തവണ അവനെ അയച്ചത് കൂടുതൽ ക്രൂരമായ ഒരിടത്തേക്കായിരുന്നു. ബീജിങ്ങിലെ ദയാരഹിതമായ ലേബർ ക്യാമ്പുകളിലേക്ക്. നഗരത്തിൽ കനാലുകളും തടയണകളും കുഴിക്കുന്ന ജോലി, ദിവസത്തിൽ 18 മണിക്കൂർ നീളുന്ന കഠിനാധ്വാനം, കൂലിയില്ല, ഭക്ഷണം റേഷനാണ്. അവൻ അതാദ്യമായി വിപ്ലവ ഭരണകൂടത്തിൻ്റെ ദയക്കായി യാചിച്ചു. തന്നെ സ്വതന്ത്രമാക്കണം, ജീവിക്കാൻ അനുവദിക്കണം. വിപ്ലവ കോടതി അവന് 2 വഴികൾ ഉപദേശിച്ചു. ഒന്നുകിൽ ശിക്ഷ അനുഭവിച്ച് ബീജിങ്ങിലെ ലേബർ ക്യാമ്പിൽ കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ ലിയാങ് ജിയാഹയിലേക്ക് മടങ്ങിപ്പോയി വിധിക്ക് കീഴടങ്ങുക. മടങ്ങിപ്പോക്ക് മാത്രമാണ് ജീവൻ നിലനിർത്താനുള്ള ഒരേ ഒരു മാർഗമെന്ന് ഷീ തിരിച്ചറിഞ്ഞു. അവൻ 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. 1969 ഡിസംബർ മാസം ഷീ ജിൻപിങ് ലിയാങ് ജിയാഹയിലേക്ക് തന്നെ മടങ്ങിയെത്തി. ഇത്തവണ അവൻ പഴയ ആളായിരുന്നില്ല. ആർക്കു വേണ്ടിയാണ് താനിങ്ങനെ നിരാശനും ദുഃഖിതനും ദുർബലനുമായിരിക്കുന്നത് എന്നവൻ സ്വയം ചോദിച്ചു. അതൊന്നും കാണാൻ അവിടെ ആരുമില്ല. താൻ ചെയ്തതായി ആരോപിക്കുന്ന കുറ്റങ്ങൾ തൻ്റെ മേൽ കെട്ടിവയ്ക്കപ്പെട്ടത് മാത്രമാണ്. അതിനെ എതിർക്കാൻ ആ നിയമങ്ങളെക്കാൾ ശക്തനാവുക മാത്രമാണ് വഴി. അതിന് ചുവപ്പിനേക്കാൾ ചുവപ്പാകണം. ഷീ ജിൻപിങ്ങിൻ്റെ ജീവിതം മാറ്റിയതായി ലോകത്തിലെ നിരവധി ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത് ആ രാത്രിയിൽ അവൻ സ്വയം പറഞ്ഞ റെഡിനേക്കാൾ റെഡ്, മോർ റെഡ് ദാൻ ദ റെഡ് എന്ന വാചകമാണ്. പാർട്ടി തന്നോട് എത്രത്തോളം ക്രൂരത കാണിച്ചുവോ അത്രത്തോളം ശക്തിയിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ സ്നേഹിക്കുക, ആലിംഗനം ചെയ്യുക. വെറുതെ വിധേയനാവുകയല്ല, അതിൻ്റെ അടിമയാവുക. തീരുമാനങ്ങളുണ്ടായാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. ഷീ ജിൻപിങ് അവൻ്റെ വിധി സ്വീകരിച്ചിരിക്കുന്നു. അവൻ ലിയാങ് ജിയാഹയിലെ കർഷകരോട് ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങി. യാവോഡോങ് ഗുഹയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൻ പുസ്തകങ്ങൾ വായിച്ചു. കാൾ മാർക്സിൻ്റെ അതിജീവന സാമ്പത്തിക ശാസ്ത്രവും മാവോയുടെ പൊളിറ്റിക്കൽ എംബാർഗോ സിദ്ധാന്തങ്ങളും ലോകസാഹിത്യവും അവൻ്റെ രാത്രികളെ ആവേശഭരിതമാക്കി. പകൽ സമയം കർഷകർക്കൊപ്പം അധ്വാനിക്കുമ്പോൾ അവരെയും അവൻ പഠിപ്പിച്ചു. അക്ഷരമറിയാത്തവരെ അക്ഷരം പഠിപ്പിച്ചു. പാർട്ടിയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവർക്ക് അത് പറഞ്ഞുകൊടുത്തു. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും വിസർജ്യം തോളിലേറ്റി കിലോമീറ്ററുകൾ നടന്ന് ചോളത്തിന് വളമിട്ടു. മലനിരകളിൽ തടയണകൾ ഉണ്ടാക്കാനും മഞ്ഞക്കുന്നുകൾ വെട്ടിനിരപ്പാക്കി പുതിയ കൃഷിഭൂമികൾ ഉണ്ടാക്കാനും മുന്നിൽ നിന്നു. ഗ്രാമീണർക്ക് അവനോടുള്ള മനോഭാവം മാറി. അവനവനെ സ്നേഹിച്ചു തുടങ്ങി. ആയിരത്തി 1973 ജൂൺ മാസം ലിയാങ് ജിയാഹെ ഗ്രാമത്തിൻ്റെ ഓമനപുത്രൻ ഷീ ജിൻപിങ്ങിന് 20 വയസ്സ് തികഞ്ഞു. അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വത്തിനു വേണ്ടി അപേക്ഷിച്ചു. ഓർക്കണം, ഷിയെ ഒറ്റുകാരൻ്റെ മകനെന്ന കുറ്റം ചാർത്തി നാട് കടത്തിയിരിക്കുകയാണ്. ഷിയുടെ പിതാവ് വിപ്ലവത്തെ വഞ്ചിച്ച കുറ്റത്തിന് ജയിലിലാണ്. കുടുംബം ഇപ്പോഴും മാവോയുടെ റെഡ് ഗാർഡ്സിൻ്റെ വേട്ടയാടലിന് ഇരയാകുന്നു. ആ സമയത്താണ് പാർട്ടി അംഗത്വത്തിനു വേണ്ടിയുള്ള ഷീ ജിൻപിങ്ങിൻ്റെ അപേക്ഷ ഷാങ്സിയിലെ യാനാൻ ഏരിയ കമ്മിറ്റിയിലെത്തുന്നത്. പ്രാദേശിക നേതാക്കൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിപ്ലവത്തെ വഞ്ചിച്ച മുൻ ഉപപ്രധാനമന്ത്രിയുടെ മകൻ്റെ അപേക്ഷ തള്ളി. ഷീ ജിൻപിങ് വീണ്ടും അപേക്ഷിച്ചു, വീണ്ടും തള്ളി. അങ്ങനെ 9 തവണ പാർട്ടി അംഗത്വത്തിനു വേണ്ടിയുള്ള ഷിയുടെ അപേക്ഷ നിരസിക്കപ്പെട്ടു. 9 തവണ തോറ്റപ്പോഴും 10ാമതൊരു അപേക്ഷ എഴുതാൻ അവൻ മടിച്ചില്ല. 10ാമത്തെ അപേക്ഷയിൽ അവൻ ഇങ്ങനെയൊരു വരി കൂടി എഴുതി ചേർത്തു: എൻ്റെ രക്തത്തിൽ വിപ്ലവമുണ്ട്. പിതാവിനുണ്ടായ വീഴ്ച പ്രസ്ഥാനത്തോടുള്ള എൻ്റെ കൂറിനെ ബാധിക്കില്ല. ആ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ യാനാൻ ഏരിയ കമ്മിറ്റി അല്പം സമയമെടുത്തു. അവർ ലിയാങ് ജിയാഹയിലെ ഗ്രാമീണരെ പോയി കണ്ടു. ഒരാളൊഴിയാതെ എല്ലാവരും ഷീക്കൊപ്പം നിന്നു. അവൻ തങ്ങളുടെ ഓരോരുത്തരുടെയും മകനാണെന്ന് ഗ്രാമീണർ വിളിച്ചു പറഞ്ഞു. യോഗം കഴിഞ്ഞപ്പോൾ അപേക്ഷയിൽ തീരുമാനമായിരുന്നു. 1974 ജനുവരി 12 ഷീ ജിൻപിങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി. 3 മാസത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലിയാങ് ജിയാഹെ വില്ലേജ് ബ്രാഞ്ച് സെക്രട്ടറിയായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഷിയെ ചൈനയുടെ പരമോന്നത നേതാവാക്കിയ അതേ മാനറിസങ്ങളാണ് ഗ്രാമീണരെയും ആകർഷിച്ചത്. അവൻ്റെ കണ്ണുകൾ മാസ്മരികമായിരുന്നു. സ്റ്റോയിക് ആൻഡ് അൺറീഡബിൾ എന്നാണ് ലോകമെമ്പാടുമുള്ള വിദഗ്ധർ അതിനെ വിശേഷിപ്പിക്കുന്നത്. കണ്ണുകളിൽ നിന്ന് അവൻ്റെ യഥാർത്ഥ ചിന്തകളോ വികാരങ്ങളോ വായിച്ചെടുക്കാൻ പ്രയാസാണ്. വികാരങ്ങൾ വഴുതിപ്പോകാത്ത ഒരു ഭാവം, പോക്കർ ഫേസ്, അവൻ എപ്പോഴും സൂക്ഷിക്കും. അതേസമയം ഗ്രാമീണർ അതിൽ സ്നേഹവും സഹാനുഭൂതിയും അറിവിൻ്റെ ആത്മവിശ്വാസവും കണ്ടു. ചൈനയിലെ മുൻ നേതാക്കളെ അപേക്ഷിച്ച് ഷീക്ക് മോശമല്ലാത്ത ഉയരമുണ്ട്, 5 അടി 11 ഇഞ്ച്. ലിയാങ് ജിയാഹയിലെ കുഞ്ഞു മനുഷ്യർക്കിടയിൽ ഇതവനെ വേർതിരിച്ചു നിർത്തി. അവനവരുടെ യഥാർത്ഥ നേതാവായി. അക്കാലത്താണ് സിച്ചുവാൻ പ്രവിശ്യയിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടന്നത് ഷീ പത്രത്തിൽ വായിക്കുന്നത്. ബയോഗ്യാസ്.
ചാണകവും കാർഷിക അവശിഷ്ടങ്ങളും കൊണ്ട് പാചകവാതകവും വെളിച്ചവും ഉണ്ടാക്കുന്ന വിദ്യ. ലിയാങ് ജിയാഹെ പോലൊരു ദരിദ്ര ഗ്രാമത്തിന് അതൊരു വിപ്ലവമാകുമെന്ന് ഷീ കണ്ടു. ലിയാങ് ജിയാഹെക്കാർക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. മണ്ണിൽ നിന്നും ചാണകത്തിൽ നിന്നും തീ കിട്ടുന്നത് അസാധ്യമാണെന്നവർ പരിഹസിച്ചു. ഷീ സ്വന്തം കൈകൾ കൊണ്ട് വലിയ കുഴിയെടുത്തു. സിച്ചുവാനിലേക്ക് നേരിട്ട് പോയി ബയോഗ്യാസ് സാങ്കേതികവിദ്യ പഠിച്ച് തിരിച്ചു വന്നു. ഷാങ്സി പ്രവിശ്യയിലെ ആദ്യത്തെ ബയോഗ്യാസ് ഡൈജസ്റ്റർ അവനുണ്ടാക്കി. പുറത്തേക്കിട്ട പൈപ്പിലൂടെ തീനാളമുയർന്നപ്പോൾ ഗ്രാമീണർ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഷീ വെറുമൊരു പാർട്ടി നേതാവല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയുന്ന യാഥാർത്ഥ്യബോധമുള്ള ഭരണാധികാരിയാണെന്ന് ഗ്രാമീണർ ഉറപ്പിച്ചു. അതിനിടെ ബീജിംഗിൽ മാവോ തളർന്നിരുന്നു. അയാൾ രോഗകിടക്കയിലായി. സാംസ്കാരിക വിപ്ലവത്തിൻ്റെ തീ പതുക്കെ അണയുന്നു. ചൈനയിലെ സർവകലാശാലകൾ പതിയെ ഒന്നൊന്നായി തുറക്കാൻ തുടങ്ങി. തൊഴിലാളികൾ, കർഷകർ, സൈനികർ എന്നിവർക്കുള്ള ക്വാട്ടയിൽ വിദ്യാർത്ഥികളെ സർവകലാശാലകളിലേക്ക് തിരഞ്ഞെടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. ലിയാങ് ജിയാഹെയിലെ ഗ്രാമീണർ ഒറ്റക്കെട്ടായി ഷീയുടെ പേര് നിർദ്ദേശിച്ചു. അവനാക്കിയ ഏറ്റവും വലിയ സർവകലാശാലയിൽ നിന്ന്, ലിയാങ് ജിയാഹെയിൽ നിന്ന് 7 വർഷത്തിന് ശേഷം യാത്ര പറയുമ്പോൾ ആശംസ പറയാൻ ഗ്രാമത്തിലുള്ളവർ മുഴുവനെത്തി. 1975 ഷീ ജിൻപിങ് ബീജിംഗിലെ പ്രശസ്തമായ സിംഗ്ഹുവ സർവകലാശാലയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പ്രവേശനം നേടി. ബീജിംഗിലേക്കുള്ള തിരിച്ചുവരവ് വൈകാരികമായിരുന്നു. തടവറയിൽ കഴിയുന്ന പിതാവ്, ചേറിപ്പോയ കുടുംബം, കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയം. ഷീ ജിൻപിങ് ജാഗ്രതയുള്ളവനായിരുന്നു. സിംഗ്ഹുവയിലെ ക്യാമ്പസിൽ അവൻ കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫോർമുലകൾ പഠിക്കുക മാത്രമല്ല ചെയ്തത്, ചൈനയുടെ രാഷ്ട്രീയം ഇനി എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് നിരീക്ഷിക്കുകയുമായിരുന്നു. 1976 സെപ്റ്റംബർ 9 മാവോ അന്തരിച്ചു. ഒരു യുഗം തീർന്നു. ചൈനയെ ഇന്ന് കാണുന്ന ചൈനയാക്കിയ സാക്ഷാൽ ഡെങ് സിയാവോപിങ് അധികാരമേറ്റെടുത്തു. മാവോയുടെ ഒരു നയവും തുടരാൻ ഡെങ്ങിന് മനസ്സുണ്ടായിരുന്നില്ല. ചൈനയെ തുറന്നുവിടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സാംസ്കാരിക വിപ്ലവകാലത്ത് ക്രൂശിക്കപ്പെട്ട പഴയ വിപ്ലവ നേതാക്കളെ പുനരധിവസിപ്പിക്കാൻ ഡെങ് ഉത്തരവിട്ടു. അങ്ങനെ നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം ഷീ ജിൻപിങ്ങിൻ്റെ പിതാവ് ഷീ ഷോങ്സുൻ പുറത്തിറങ്ങി. അദ്ദേഹം അധികാരത്തിലേക്ക് തിരികെ എത്തി. ഡെങ് സിയാവോപിങ് ഷീ ഷാങ്സുനെ ഏൽപ്പിച്ചത് നിർണായകമായ ദൗത്യമായിരുന്നു. ഗ്വാങ്ഡോങ് പ്രവിശ്യയുടെ അഡ്മിനിസ്ട്രേറ്റർ, സമ്പൂർണ്ണ അധികാരമുള്ള ഭരണാധികാരി. ചൈനയുടെ തലവര മാറ്റിയെഴുതിയ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് സ്ഥാപിക്കുന്നതിന് മുന്നിൽ നിന്നത് ഷീ ഷാങ്സുനാണ്. ഷെൻഷൻ എന്ന ചെറിയ മീൻപിടുത്ത ഗ്രാമത്തെ ലോകത്തിലെ ഏറ്റവും അധികം വ്യാവസായികവൽക്കരിക്കപ്പെട്ട നഗരമാക്കിയത് ഷിയുടെ പിതാവാണ്. അച്ഛൻ്റെ പുനർജന്മം ഷീ ജിൻപിങ്ങിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഉത്തേജനമായി. പാർട്ടിയിൽ ഷീ കുടുംബത്തിനുണ്ടായിരുന്ന പഴയ പ്രതാപവും സ്വാധീനവും തിരികെ ലഭിക്കുകയായിരുന്നു. 1979 സിംഗ്ഹുവ സർവകലാശാലയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി ഷീ ജിൻപിങ് പുറത്തിറങ്ങി. അച്ഛൻ്റെ രാഷ്ട്രീയ ശുപാർശയിൽ അവന് മുന്നിൽ വലിയ അവസരങ്ങൾ തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഷീ ജിൻപിങ് അതിലൊന്നും താല്പര്യം കാണിച്ചില്ല. താൻ അടുത്ത 10 വർഷത്തേക്ക് എന്തായിരിക്കണം എന്ന വ്യക്തമായ ബോധ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും കരുത്തുള്ള ഒന്ന് തന്നെ അവൻ തിരഞ്ഞെടുത്തു: പീപ്പിൾസ് ലിബറേഷൻ ആർമി ഓഫ് ചൈന, ലോകത്തിലെ ഏറ്റവും വലിയ കരസേനയുടെ ഹൃദയം. സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അംഗവും പ്രതിരോധ മന്ത്രിയുമായ ജനറൽ ഗെങ് ബിയാവോയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഷീ ജിൻപിങ് ചുമതലയേറ്റു. അച്ഛൻ്റെ സ്വാധീനവും ആ ജോലിക്ക് പിന്നിൽ ഇല്ലെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ആശയം മുഴുവനായും ഷീ ജിൻപിങ്ങിൻ്റേതായിരുന്നു. പ്രതിരോധ മന്ത്രിയുടെ നിഴലായി പ്രവർത്തിച്ച 3 വർഷങ്ങൾ ഷീക്ക് നൽകിയത് വിലമതിക്കാനാവാത്ത അനുഭവങ്ങളാണ്. ചൈനീസ് സൈന്യത്തിൻ്റെ ഹൈ കമാൻഡ് പൊസിഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നേരിട്ട് കണ്ടു. രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ അവനും പങ്കാളിയായി. എല്ലാറ്റിനും ഉപരി ചൈനീസ് ജനറൽമാരുമായി ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഷീക്ക് കഴിഞ്ഞു. 1982 ആയപ്പോഴേക്കും ബീജിംഗിലെ പൊളിറ്റിക്കൽ എലൈറ്റുകളുടെ മക്കൾ, പ്രിൻസിലിങ്സ്, കേന്ദ്ര മന്ത്രാലയങ്ങളിലോ എംബസികളിലോ ജോലി ചെയ്യാൻ മത്സരിക്കുകയായിരുന്നു. ഷീ ജിൻപിങ്ങിനും മനസ്സ് വെച്ചാൽ അത്തരമൊന്ന് പറ്റും. എന്നാൽ ഷീ കുടുംബാംഗങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ വീണ്ടും ഗ്രാമങ്ങളിലേക്ക് പോകുന്നുവെന്ന് അവൻ പ്രഖ്യാപിച്ചു. പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജോലി രാജിവെച്ച് ഹെബെയ് പ്രവിശ്യയിലെ അതിദരിദ്രമായ സെങ്ഡിങ് ഏരിയയിൽ ഡെപ്യൂട്ടി പാർട്ടി ചീഫായി ഷീ ചുമതലയേറ്റു. ബീജിംഗിലെ എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസുകളിലിരുന്ന് ഭരണം നടത്തുന്നവന് ചൈനയെ മനസ്സിലാവില്ല. ചൈനയെ അറിയാൻ അതിൻ്റെ ഗ്രാമങ്ങളെ അറിയണം. അതായിരുന്നു ഷീയുടെ നിലപാട്. ഈ തീരുമാനമെടുത്തപ്പോൾ വ്യക്തിപരമായ നഷ്ടങ്ങളും ഷീക്കുണ്ടായി. 1982 ഷീ ജിൻപിങ്ങിൻ്റെ ആദ്യ വിവാഹം. ബ്രിട്ടനിലെ ചൈനീസ് അംബാസഡറായിരുന്ന കെ ഷിയോങ്ങിൻ്റെ മകൾ കെ ലിങ്ലിങ് ആയിരുന്നു വധു. വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിൻ്റെ വക്താവായിരുന്നു കെ ലിങ്ലിങ്. ഷീ ലളിത ജീവിതത്തിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലും ഉറച്ചു വിശ്വസിച്ചു. സെങ്ഡിങ്ങിലേക്ക് മാറാനുള്ള ഷീയുടെ തീരുമാനത്തോടെ അവരുടെ ദാമ്പത്യം തുടക്കത്തിലെ ആടിയുലഞ്ഞു. ബ്രിട്ടനിലേക്ക് കുടിയേറാൻ ഭാര്യ ലിങ്ലിങ് ഏറെ നിർബന്ധിച്ചു. ഷീ അത് നിഷ്കരുണ നിരസിച്ചു. പ്രണയത്തെക്കാൾ ഷീ വില കൊടുത്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കാണ്.
ആ ദാമ്പത്യം തകർന്നു. കേലിംഗ്ലിംഗ് UK വിമാനം കയറി. ഷീ തൻ്റെ പഴയ ബൈക്കുമെടുത്ത് സെങ്ഡിങ്ങിലെ ഗ്രാമീണ പാതകളിലൂടെ മുന്നോട്ട് പോയി. 1980കളിൽ സെങ്ഡിങ് കൗണ്ടി ഒരു സാധാരണ കാർഷിക മേഖല മാത്രമാണ്. നിരവധി കാർഷിക ഗ്രാമങ്ങളുള്ള പ്രദേശം. എന്നാൽ ഷീ ജിൻപിങ് എന്ന യുവ പാർട്ടി സെക്രട്ടറിക്ക് അവിടെ വലിയ പദ്ധതികളുണ്ടായിരുന്നു. ആദ്യം കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കർഷകരെ സന്തോഷിപ്പിക്കാനാണ് ഷീ ശ്രമിച്ചത്. അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഒരു പ്രവിശ്യയിലെ ഏത് തലമുതിർന്ന ഉദ്യോഗസ്ഥനേക്കാളും അധികാരം ആ പ്രദേശത്തെ പാർട്ടി നേതാവിനുണ്ട്. നമ്മുടെ ജില്ലാ കളക്ടറേക്കാൾ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളുള്ള ആളാണ് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നർത്ഥം. പാർട്ടി ചീഫിന് പലതും അവിടെ ചെയ്യാനുണ്ട്. വലിയ നികുതിയും പരമ്പരാഗത കൃഷിയിലെ നഷ്ടങ്ങളും കാരണം സെങ്ഡിങ്ങിലെ കർഷകർ ദുരിതത്തിലായിരുന്നു. ഷീ ജിൻപിങ് വിഷയം ഏറ്റെടുത്തു. ബീജിംഗിൽ പോയി കൃഷി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഓരോ പ്രദേശവും സർക്കാരിൻ്റെ ധാന്യശേഖരത്തിലേക്ക് വർഷം ഇത്ര ടണ്ണെന്ന നിരക്കിൽ ക്വാട്ട നൽകണമെന്നാണ് ചൈനയിലെ നിയമം. ബീജിംഗിലെ ചർച്ച കഴിഞ്ഞപ്പോൾ സെങ്ഡിങ്ങിൻ്റെ ധാന്യ വിതരണ ക്വാട്ട കുറയ്ക്കാൻ സർക്കാർ തയ്യാറായി. കർഷകർക്ക് കൂടുതൽ വരുമാനം നൽകുന്ന പച്ചക്കറി, പഴവർഗ്ഗ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സഹായവും കിട്ടി. അടുത്ത നീക്കം ടൂറിസത്തിലാണ്. ചൈനീസ് ലെജൻഡറി ക്ലാസിക് നോവലാണ് ഡ്രീം ഓഫ് ദി റെഡ് ചേംബർ. ഈ നോവലിനെ ഒരു മെഗാ ടെലിവിഷൻ സീരീസാക്കാൻ ചൈനീസ് സെൻട്രൽ ടെലിവിഷൻ എന്ന CCTV തയ്യാറെടുക്കുന്ന സമയമാണ്. നമ്മുടെ രാമായണവും മഹാഭാരതവും പോലൊരു സീരീസ്, 1000 എപ്പിസോഡെങ്കിലുള്ള സീരീസിന് ഒരു സ്ഥിരം സ്റ്റുഡിയോ നിർമ്മിക്കാൻ സ്ഥലം നോക്കി നടക്കുകയായിരുന്നു CCTV. ഷീ ജിൻപിങ് ബീജിംഗിൽ പാഞ്ഞെത്തി. CCTVയിലെത്തി സംസാരിച്ചു. സെങ്ഡിങ് ഏരിയയിലെ ഗ്രാമങ്ങളിൽ സ്റ്റുഡിയോ ഉണ്ടാക്കാൻ എത്ര സ്ഥലം വേണമെങ്കിലും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ അക്കാലത്തെ 3 മില്യൺ യുവാൻ ചെലവഴിച്ച് സെങ്ഡിങ്ങിൽ കൂറ്റൻ സെറ്റും സ്റ്റുഡിയോയും പൊങ്ങി. ടെലിവിഷൻ സീരീസിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം ബാഹുബലി ചിത്രീകരിച്ച രാമോജി ഫിലിം സിറ്റി പോലെ സെങ്ഡിങ്ങും ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി. ഇന്നും സെങ്ഡിങ്ങിൻ്റെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ താങ്ങുന്നത് ഈ ടെലിവിഷൻ സെറ്റാണ്. ഷീയുടെ ആദ്യകാല ദീർഘവീക്ഷണങ്ങളുടെ ഉദാഹരണം. എല്ലാ അർത്ഥത്തിലും ഷീ ജിൻപിങ് സെങ്ഡിങ്ങിൻ്റെ നേതാവായി. അവിടെ ഓരോ ജനനവും മരണവും വിവാഹങ്ങളും ഷീ അറിഞ്ഞു. എല്ലാ തർക്കങ്ങളിലും അവസാന കോടതി ഷീയായി. വിപ്ലവം സെങ്ഡിങ്ങിലേക്കും വന്നു ഷീയിലൂടെ. 1985 മാർച്ച് മാസം പിതാവ് ഷീ ജിൻപിങ്ങിനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ഒരു അമേരിക്കൻ സന്ദർശനം. 5 അംഗങ്ങളുള്ള ചൈനീസ് കാർഷിക പ്രതിനിധി സംഘത്തെ നയിച്ച് അമേരിക്കയിൽ പോയി ആധുനിക കൃഷിരീതികളെക്കുറിച്ച് പഠിക്കണം. ആ യാത്രക്കിടയിൽ ഷീ ജിൻപിങ് അമേരിക്കയിലെ അയോവ സ്റ്റേറ്റിൽ മെസ്കറ്റിൻ എന്ന ചെറിയ ടൗണിലെത്തി. മിസിസിപ്പി നദിക്കരയിലെ ഈ ശാന്തമായ ഗ്രാമത്തിൽ താമസിച്ച് അമേരിക്കയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഷീ പഠിച്ചു. ഒരു ലോക നേതാവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം വളരുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനപ്പുറം ചൈനയ്ക്ക് മറ്റു പലതും ആവശ്യമുണ്ടെന്ന ആദ്യത്തെ തിരിച്ചറിവ്. അതിന് ഇനിയും ഗ്രാമങ്ങളിൽ ചെലവഴിച്ച പറ്റില്ല. അധികാരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണം. ഷീ ഒരുങ്ങി. 1985 ജൂണിൽ ഷീ ജിൻപിങ്ങിന് അടുത്ത നിർണായക ചുമതല കിട്ടി. ഫ്യൂജിയാൻ പ്രവിശ്യയിലെ സിയാമെൻ ഡെപ്യൂട്ടി മേയർ. തായ്വാൻ കടലിടുക്കിന് തൊട്ടു മുകളിലുള്ള തന്ത്രപ്രധാന തുറമുഖ നഗരമാണ് സിയാമെൻ. ചൈനയുടെ ആദ്യകാല സ്പെഷ്യൽ എക്കണോമിക് സോൺ. തായ്വാനിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, അതായിരുന്നു പാർട്ടി ഏൽപ്പിച്ച ജോലി. അത് ഷീ വൃത്തിയായി ചെയ്തു. അതിനിടെ 1987 ഷീ ജിൻപിങ് തൻ്റെ 2ാം പ്രണയത്തിലേക്ക് പോയി. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വിപ്ലവ ഗായിക പെങ് ലിയുവാനെ അദ്ദേഹം വിവാഹം കഴിച്ചു. ആ സമയത്ത് പെങ് ലിയുവാൻ CCTV ന്യൂ ഇയർ ഗാലയിലെ പ്രകടനത്തിലൂടെ ചൈനയിലുടനീളം കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഷീ ജിൻപിങ് പ്രാദേശിക തലത്തിൽ മാത്രം അറിയപ്പെടുന്ന പാർട്ടി ബ്യൂറോക്രാറ്റും. 1988 സിയാമൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് നിന്ന് ഫ്യൂജിയാൻ പ്രവിശ്യയിലെ തന്നെ ഏറ്റവും പിന്നോക്ക പ്രദേശമായ നിങ്തെ പ്രിഫെക്ചറിലെ പാർട്ടി സെക്രട്ടറിയായി ഷീ ജിൻപിങ് ചുമതലയേറ്റു. ഒരു പ്രിഫെക്ചറിലെ പാർട്ടി സെക്രട്ടറി എന്നാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ്. തിരഞ്ഞെടുപ്പുകളില്ലാത്തതിനാൽ പ്രിഫെക്ചർ പീപ്പിൾസ് കോൺഗ്രസിലേക്ക് പാർട്ടി നേരിട്ട് നിയോഗിക്കുന്നതാണ്. കടുത്ത ദാരിദ്ര്യത്തിലും വികസന മുരടിപ്പിലും ഒന്നുമല്ലാതായിപ്പോയ പ്രദേശമാണ് അന്ന് നിങ്തെ. റോഡുകളില്ല. അക്കാലത്തും മിക്കയിടങ്ങളിലും വൈദ്യുതിയില്ല. അവിടെ എന്തെങ്കിലും പുതിയതായി തുടങ്ങുന്നതിന് മുൻപ് നിലവിലുള്ള ചില പുഴുക്കുത്തുകൾ നീക്കണമെന്ന് ഷീക്ക് മനസ്സിലായി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിങ്തയിലേക്ക് ധാരാളം ഫണ്ട് ഒഴുക്കുന്നുണ്ട്. ഇതൊന്നും ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ആരോ എവിടെയോ അതെല്ലാം അപ്രത്യക്ഷമാക്കുന്നു. അത് ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോകുന്നുവെന്ന് പുതിയ പാർട്ടി സെക്രട്ടറി അന്വേഷിച്ചു. പ്രാദേശിക പാർട്ടി നേതാക്കളും ബ്യൂറോക്രാറ്റുകളും ചേർന്ന് സർക്കാർ ഭൂമിയും പൊതുഫണ്ടും ദുരുപയോഗം ചെയ്ത് ആഡംബര വില്ലകളും ബംഗ്ലാവുകളും കെട്ടിപ്പടുത്തത് ഷീ കണ്ടു. അധികാരമേറ്റ ഉടൻ ഷീ ജിൻപിങ് ഈ അനീതിക്കെതിരെ പട നയിച്ചു. ജീവന് തന്നെ ഭീഷണിയുണ്ടായിട്ടും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെയും പ്രാദേശിക പ്രമാണിമാരുടെയും എതിർപ്പ് ഉണ്ടായിട്ടും
അഴിമതിക്കാരെ കണ്ടെത്താൻ ഷീ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണത്തിൽ 2000-ലധികം പാർട്ടി കേഡർമാരും ഉദ്യോഗസ്ഥരും ഭൂമി കയ്യേറിയതും സർക്കാർ ഫണ്ട് വെട്ടിച്ചതും കണ്ടെത്തി. നിയമവിരുദ്ധമായി നിർമ്മിച്ച 100 കണക്കിന് വില്ലകൾ ഷീ കണ്ടുകെട്ടി, ചിലത് ഇടിച്ചു നിരത്തി. കുറ്റക്കാരായ 2000-ലധികം പാർട്ടി നേതാക്കൾക്കും ബ്യൂറോക്രാറ്റുകൾക്കുമെതിരെ പാർട്ടി അച്ചടക്ക നടപടികളും ക്രിമിനൽ കേസുകളും ചുമത്തി. ഗ്രാമീണ മേഖലകളിൽ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികൾ നിരീക്ഷിക്കാനും ഷീ സംവിധാനമൊരുക്കി. ഇന്നും തുടരുന്ന ഷീ ജിൻപിങ്ങിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടം, ടൈഗേഴ്സ് ആൻഡ് ഫ്ലൈസ് ക്യാമ്പയിൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. ചൈന ആ നേതാവിനെ ശ്രദ്ധിച്ചു തുടങ്ങുകയായിരുന്നു. 1989 ഏപ്രിൽ-ജൂൺ മാസം ചൈന പ്രക്ഷുബ്ധമാണ്. ടിയാനൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്തംഭിപ്പിച്ചിരിക്കുന്നു. ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ട ആ നാളുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കിടയിലും ആശയഭിന്നതകളുണ്ടായി. ഷീ ജിൻപിങ്ങിൻ്റെ പിതാവ് ഷീ ഷോങ്സുൻ ബെയ്ജിങ്ങിലെ പ്രക്ഷോഭകരായ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള സൈനിക നീക്കം പരസ്യമായി എതിർത്തു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ചോരപ്പുഴ ഒഴുക്കരുതെന്നും അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി. അച്ഛൻ ബെയ്ജിങ്ങിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലായിരുന്നപ്പോൾ ഫുജിയാനിൽ ഷീ ജിൻപിങ് അതീവ ജാഗ്രതയോടെയും വിവേകത്തോടെയുമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പ്രക്ഷോഭങ്ങൾ ഫുജിയാനിലെ പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങിയ നേരത്ത് ബലപ്രയോഗത്തിലൂടെയോ വെടിവെപ്പിലൂടെയോ ക്രമസമാധാനം ഉറപ്പാക്കാൻ ഷീ തയ്യാറായില്ല. വിദ്യാർത്ഥി നേതാക്കളുമായും തൊഴിലാളി യൂണിയനുകളുമായും ഷീ ജിൻപിങ് നേരിട്ട് ചർച്ചകൾ നടത്തി. ഒരു തുള്ളി ചോര വീഴാതെ, സൈന്യത്തെ ഫ്യൂജിയാനിലേക്ക് ക്ഷണിക്കാതെ, ബലപ്രയോഗമില്ലാതെ തെരുവുകളിലെ പ്രതിഷേധങ്ങൾ സമാധാനപരമായി പിരിച്ചുവിടാൻ ഷീക്ക് സാധിച്ചു. ഈ രാഷ്ട്രീയ പക്വത പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ മതിപ്പുണ്ടാക്കി. 1990 ഷീ ജിൻപിങ് ഫ്യൂജിയാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഫൂഷോ നഗരത്തിലെ പാർട്ടി സെക്രട്ടറിയായി. അന്നുവരെ ഒരു സാധാരണ തീരദേശ നഗരമായിരുന്ന ഫൂഷോവിനെ ഏഷ്യയിലെ തന്നെ വലിയ എക്കണോമിക് പവർ ഹൗസുകളിൽ ഒന്നാക്കി മാറ്റിയാണ് ഷീ ജിൻപിങ് അവിടെ കഴിവ് കാണിച്ചത്. തൻ്റെ 37-ാം വയസ്സിൽ ഫൂഷോവിനു വേണ്ടി ഷീ ആവിഷ്കരിച്ച വികസന രേഖയാണ് 3820 സ്ട്രാറ്റജിക് പ്രൊജക്ട്. 3 വർഷം, 8 വർഷം, 20 വർഷം എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായി ഫൂഷോവിൻ്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളെ പുനർനിർമ്മിക്കുക എന്നതായിരുന്നു പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം. ഫൂഷോവിനെ വികസിപ്പിക്കാൻ വിദേശ മൂലധനം വേണം. തൊട്ടപ്പുറം തായ്വാനിൽ അത് ധാരാളമായി എത്തുന്നുണ്ട്. തായ്വാൻ കടലിടുക്കിന് തൊട്ടുമുകളിലുള്ള ഫൂഷോവിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ തായ്വാനീസ് നിക്ഷേപകരെ ആകർഷിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. ഫൂഷോ തായ്വാൻ മർച്ചൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ, യാങ്ഹുവാങ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ എന്നിവ സ്ഥാപിച്ച് വിദേശ കമ്പനികൾക്ക് വലിയ ഇളവുകൾ നൽകി. വിദേശ നിക്ഷേപത്തിന് വിമാനത്താവളത്തിൻ്റെ കുറവ് തടസ്സമായപ്പോൾ ചാങ്ലി അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ പണിതു ഷീ. ഈ മാസ്റ്റർ പ്ലാനിലൂടെ ഫൂഷോ നഗരം ചൈനയുടെ റിഫോം ആൻഡ് ഓപ്പണിംഗ് അപ്പിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമായി. ഷെൻഷനിനേക്കാൾ വേഗത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി ഷീ ജിൻപിങ് കുതിക്കുകയായിരുന്നു. ആ പ്രതിഭയ്ക്ക് പാർട്ടി സമ്മാനങ്ങൾ നൽകിക്കൊണ്ടുവരുന്നു. 1999 ഷീ ജിൻപിങ് ഫ്യൂജിയാൻ പ്രവിശ്യയുടെ ഗവർണറായി. ഇതേ സമയത്താണ് ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി കഥ പുറത്തു വരുന്നത്. ഫ്യൂജിയാനിലെ സിയാമിനിൽ പ്രവർത്തിച്ചിരുന്ന ലായ് ചാങ്സിങ് എന്ന വ്യവസായിയുടെ യുവാൻഹുവ ഗ്രൂപ്പാണ് ഈ കേസിൻ്റെ കേന്ദ്രബിന്ദു. യുവാൻഹുവ ഗ്രൂപ്പ് വൻതോതിൽ എണ്ണയും ആഡംബര കാറുകളും സിഗരറ്റും തോക്കുകളും കസ്റ്റംസ് തീരുവ വെട്ടിച്ച് ചൈനയിലേക്ക് കടത്തി. ഫ്യൂജിയാൻ പ്രവിശ്യയിലെ ഉയർന്ന പാർട്ടി നേതാക്കൾ, കസ്റ്റംസ് മേധാവികൾ, പോലീസുകാർ, നാവികസേന ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മില്യൺ കണക്കിന് $, കോഴ നൽകി. ഉദ്യോഗസ്ഥരെ വലയിലാക്കാൻ ആഡംബര ക്ലബ്ബുകളായ റെഡ് മാൻഷൻസും പെൺവാണിഭ ശൃംഖലകളും ഉപയോഗിച്ചു. അങ്ങനെ ചൈന നടുങ്ങിയ കേസ് ഫയലാണ് പുറത്തു വന്നത്. പ്രധാനമന്ത്രി ഷൂ റോങ്ജി സംഭവത്തിൽ നേരിട്ടിടപെട്ട് കേന്ദ്ര അച്ചടക്ക കമ്മീഷന്റെ വലിയൊരു അന്വേഷണ സംഘത്തെ ഫ്യൂജിയാനിലേക്ക് അയച്ചു. ഫ്യൂജിയാനിലെ മുൻ പാർട്ടി സെക്രട്ടറിമാരടക്കം പ്രമുഖരായ പല നേതാക്കളും അന്വേഷണ നിഴലിലായി. ഫ്യൂജിയാൻ ഭരണകൂടത്തിൻ്റെ അമരത്ത് വർഷങ്ങളോളം ഉണ്ടായിരുന്നിട്ടും ഈ പടുകൂറ്റൻ അഴിമതി ശൃംഖലയിൽ ഷീ ജിൻപിങ്ങിൻ്റെ പേര് ഒരിടത്ത് പോലും ഉണ്ടായിരുന്നില്ല. സമ്പൂർണ്ണ സാമ്പത്തിക അച്ചടക്കവും അഴിമതിരഹിതമായ പ്രതിച്ഛായയും സൂക്ഷിച്ച ഷീക്കെതിരെ കേന്ദ്ര അന്വേഷണ സംഘത്തിന് ഒരു തെളിവും കണ്ടെത്താനായില്ല. അഴിമതിയിൽ തകർന്ന ഫ്യൂജിയാനെ അവസാനം ഷീ തന്നെയാണ് കരകയറ്റിയത്. ഷീ പാർട്ടിയിലൊരു സെലിബ്രിറ്റിയോളം വളരുകയായിരുന്നു. രഹസ്യമായി ചെറുപ്പക്കാരായ കേഡർമാർ ഷീയുടെ ഫോട്ടോ അവരുടെ വാലറ്റിൽ സൂക്ഷിച്ചു. ഫ്യൂജിയാൻ പ്രവിശ്യയിൽ 12 വർഷം പാർട്ടിയെ നയിച്ച ശേഷം 2002 ഷീ ജിൻപിങ് ചൈനയുടെ ഏറ്റവും സമ്പന്നമായ വ്യവസായങ്ങളുടെ പർദീസയായ സെജിയാങ് പ്രവിശ്യയുടെ പാർട്ടി ചീഫായി ചുമതലയേറ്റു. ചൈനയുടെ പരീക്ഷണശാലയായിരുന്നു സെജിയാങ്. ഒരുവിധ കമ്മ്യൂണിസ്റ്റ് തൊഴിൽ നിയമങ്ങളും ബീജിങ്ങിൻ്റെ ചുവപ്പ് നാടകളും ബാധകമല്ലാത്ത ഒരു സ്റ്റേറ്റ്. ആർക്കും എന്ത് വ്യവസായവും ഒരു ലൈസൻസും ആവശ്യമില്ലാതെ തുടങ്ങാനാവുന്ന പ്രവിശ്യ. വ്യവസായികളുടെ പരമാധികാര റിപ്പബ്ലിക്. ചൈനയെ ചൈനയാക്കിയ വൻ വിജയമായ പരീക്ഷണം. സംഭവം സെജിയാങ്ങിലെ വ്യവസായവൽക്കരണ പരീക്ഷണം വിജയിച്ചെങ്കിലും
പാർട്ടിയിലെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സ്വകാര്യ വ്യവസായികളെ സംശയത്തോടെയാണ് കണ്ടത്. എന്നാൽ ഷീ വേറിട്ടൊരു വഴി തെരഞ്ഞെടുത്തു. സെജിയാങ്ങിൽ ചുമതലയേറ്റ് 4 ദിവസം കഴിഞ്ഞ് സെജിയാങ്ങിലെ സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേരുണ്ടായിരുന്ന ജാക്ക് മായെ ഷീ ജിൻപിങ് കണ്ടു. സെജിയാന്റെ തലസ്ഥാനമായ ഹാങ്ഷുവിലാണ് അലിബാബയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ആദ്യ കാഴ്ചയിൽ തന്നെ അലിബാബയ്ക്ക് ഷീ പൂർണ്ണ പിന്തുണ നൽകി. ഹാങ്ഷുവിലെ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ കറങ്ങി നടന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളെയെല്ലാം ഷീ അടിച്ചു പുറത്താക്കി. ടെക്സ്റ്റൈൽ, ഇലക്ട്രോണിക്സ് മേഖലകളിലെ ചെറുകിട ഉൽപ്പാദകരെ ആഗോള വിപണിയുമായി ബന്ധിപ്പിച്ചു. കടിഞ്ഞാണില്ലാതെ കുതിച്ച വ്യവസായങ്ങൾ സെജിയാങ്ങിലെ നദികളും വായുവും മലിനമാക്കിയപ്പോൾ ഷീ 2 മൗണ്ടൻസ് തിയറി മുന്നോട്ട് വച്ചു. സാമ്പത്തിക വികസനത്തിന് പരിസ്ഥിതിയല്ല വില കൊടുക്കേണ്ടത് എന്ന സിദ്ധാന്തം അദ്ദേഹം ഇനി ആരായിരിക്കുമെന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരമായിരുന്നു. 2006 അവസാനത്തോടെ ചൈനീസ് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു വൻ അഴിമതി കഥ പുറത്തുവന്നു. ചൈനയുടെ സാമ്പത്തിക തലസ്ഥാനമായ ഷാങ്ഹായിലെ പാർട്ടി നേതാവ് ചെൻ ലിയാങ്യു ബില്യൺ കണക്കിന് യുവാന്റെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിന് അറസ്റ്റിലായി. മുൻ പ്രസിഡന്റ് ജിയാങ് സെമിന് സ്വാധീനമുള്ള ശക്തമായ പാർട്ടി വിമത ഗ്രൂപ്പായ ഷാങ്ഹായ് ക്ലിക്കയിലെ അംഗമാണ് ചെൻ ലിയാങ്ഹു. അന്നത്തെ പ്രസിഡന്റ് ഹു ജിൻഡാവോയുടെ ഭരണത്തിനെതിരെ ജിയാങ് സെമിന്റെ നേതൃത്വത്തിൽ ഷാങ്ഹായ് വിമതർ കലാപക്കൊടി ഉയർത്തുന്ന കാലവുമാണ്. പാർട്ടി ആകെ ഉലഞ്ഞു. ഷാങ്ഹായ് തകർന്നാൽ ചൈന തകർന്നു. ഹു ജിൻഡാവോയ്ക്ക് അതറിയാം. അദ്ദേഹം പാതിരാത്രിയിൽ കേന്ദ്ര കമ്മിറ്റി വിളിച്ചു ചേർത്തു. ആരാണ് രക്ഷകനെന്ന ചർച്ച ചെയ്തു. കമ്മിറ്റി ഒരൊറ്റ പേരിലാണ് എത്തിയത്: ഷീ ജിൻപിങ്. രാത്രിക്ക് രാത്രി ഷീ ജിൻപിങ്ങിനെ ഷാങ്ഹായിലെ പാർട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ഷീ ചുമതലയേറ്റ് 3 മാസത്തിനുള്ളിൽ ഷാങ്ഹായിൽ പാർട്ടി ആത്മവിശ്വാസം വീണ്ടെടുത്തു. രാഷ്ട്രീയ അസ്ഥിരത സാമ്പത്തിക വളർച്ചയെ ബാധിക്കില്ലെന്ന് അന്താരാഷ്ട്ര ബിസിനസ് സമൂഹത്തിന് ഷീ ഉറപ്പ് നൽകി. അദ്ദേഹം ഷാങ്ഹായ് വിമത ഗ്രൂപ്പിനെ പ്രകോപിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ജിയാങ് സെമിൻ്റെ അടുത്ത സുഹൃത്തായി. 7 മാസം മാത്രമാണ് അദ്ദേഹം ഷാങ്ഹായ് ചീഫായിരുന്നത്. ലിയാങ്ജിയാഹയിലെ മഞ്ഞ ഗുഹകളിൽ നിന്ന് ഷിയാമിനിലേക്കും ഫ്യൂജിയാനിലേക്കും സെജിയാങ്ങിലേക്കും ഒടുക്കം ഷാങ്ഹായിലേക്കും എത്തിയിരിക്കുന്നു ഷീ ജിൻപിങ്. കൃത്യമായ ലക്ഷ്യമുള്ള അച്ചടക്കമുള്ള വളർച്ച. അടുത്ത ലക്ഷ്യം ബീജിംഗ് ആണ്. അതും വന്നു. 2007 ഒക്ടോബറിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 17ാം പാർട്ടി കോൺഗ്രസ് എല്ലാം കൊണ്ടും പ്രക്ഷുബ്ധമായിരുന്നു. മുമ്പെങ്ങുമില്ലാത്ത വിധം പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനം രൂക്ഷം. വിമതർ ചൈനയിലെമ്പാടും പാർട്ടിയെ തുരക്കുന്നു. പാർട്ടിയെയും സ്റ്റേറ്റിനെയും ഒരുമിച്ച് നിർത്തുന്ന ബാലൻസ്ഡായ അടുത്ത തലമുറയിലേക്കുള്ള നേതൃത്വമാണ് ചൈനയ്ക്ക് ആവശ്യം. വളരെ ശ്രദ്ധയോടെയാണ് പാർട്ടി കോൺഗ്രസ് പുരോഗമിച്ചത്. അന്നത്തെ പ്രസിഡന്റ് ഹു ജിൻഡാവോ തൻ്റെ വിശ്വസ്തനായ ലീ കെച്ചിയാങ്ങിനെ പിൻഗാമിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അമേരിക്കൻ, യൂറോപ്യൻ മാധ്യമങ്ങളെല്ലാം കെച്ചിയാങ്ങിനാണ് മുൻഗണന നൽകിയതും. പാർട്ടി കോൺഗ്രസിലെ സൂപ്പർ സ്റ്റാറും കെച്ചിയാങ്ങാണ്. ക്യാമറകളെല്ലാം അദ്ദേഹത്തിന് പിന്നാലെയായിരുന്നു. എന്നാൽ ചൈനീസ് രാഷ്ട്രീയം നിരീക്ഷിച്ചിരുന്ന വെസ്റ്റേൺ ഒബ്സർവർമാരെ എല്ലാം ഞെട്ടിച്ച് വിമത നേതാവ് ജിയാങ് സെമിൻ ചെക്ക് വെച്ചു. പാർട്ടിയിലെ അധികായന്മാരായ വിപ്ലവ നേതാക്കളുടെ മക്കളുടെ ഗ്രൂപ്പായ പ്രിൻസ്ലിങ്സും ജിയാങ് സെമിൻ വിഭാഗവും ഷീ ജിൻപിങ്ങിന് പിന്നിൽ അണിനിരന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചരിത്രത്തിലില്ലാത്ത കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് പിന്നെ കണ്ടത്. പാർട്ടി പൊളിറ്റിക്കൽ ഓർഡറിനെ കാറ്റിൽ പറത്തി സാധാരണ പോളിറ്റ് ബ്യൂറോ റാങ്കുകൾ മറികടന്ന് ഷീ നേരിട്ട് 9 അംഗ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ലീ കെച്ചിയാങ്ങിനേക്കാൾ മുൻഗണന PSC റാങ്കിങ്ങിൽ ഷീക്ക് കിട്ടിയതോടെ 2012 ചൈനയുടെ പരമോന്നത നേതാവാകാൻ പോകുന്ന വ്യക്തി ഷീ ജിൻപിങ് തന്നെയാണെന്ന് ലോകത്തിന് ഏതാണ്ട് ഉറപ്പായി. അതിൻ്റെ ആചാരവെടിയായി 2008 മാർച്ചിൽ ഷീ ജിൻപിങ് ചൈനയുടെ വൈസ് പ്രസിഡന്റായും പാർട്ടി സ്കൂളിൻ്റെ പ്രസിഡന്റായും ചുമതലയേറ്റു. 2007 ചൈനയ്ക്ക് പാർട്ടി കോൺഗ്രസ് വർഷം മാത്രമായിരുന്നില്ല. അടുത്ത വർഷം, അതായത് 2008 ബീജിംഗ് ഒളിമ്പിക്സിന് ആതിഥ്യമരുളുകയാണ്. ഏതൊരു ലോകരാജ്യത്തിൻ്റെയും സ്വപ്നം ഒളിമ്പിക്സിൻ്റെ ആതിഥേയരാവുക. ചൈന 20 വർഷങ്ങൾക്ക് മുൻപേ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അവസാന ലാപ്പിൽ ഓടാൻ വിശ്വസ്തനും കാര്യപ്രാപ്തിയുമുള്ള ഒരു നേതാവ് വേണ്ടിയിരുന്നു. പാർട്ടി ആ ചുമതല വൈസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഏൽപ്പിച്ചു. ചൈനയെ ലോകം വാഴ്ത്തുന്ന വിധം ഒളിമ്പിക്സ് നടത്താനുള്ള നിയോഗം. ഒളിമ്പിക്സിൻ്റെ 4 പ്രധാന പില്ലറുകൾ ഷീ ജിൻപിങ് നേരിട്ട് ഏകോപിപ്പിച്ചു. സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ്, ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് കോർഡിനേഷൻ, അടിസ്ഥാന സൗകര്യ വികസനം, ഒരുക്കങ്ങളിലെ അഴിമതിരഹിതമായ പാർട്ടി അച്ചടക്കവും ആഭ്യന്തര സ്ഥിരതയും. 2007 പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഷീ ജിൻപിങ്ങിന് ഒളിമ്പിക്സിൻ്റെ മേൽനോട്ടം ലഭിക്കുന്നത്. അതത്ര എളുപ്പം ചെയ്തു തീർക്കാവുന്നൊരു ഇവൻ്റ് അല്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഷീ തെളിയിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് താൻ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ 9 പേരിൽ ഒരാളായതെന്ന്. ടിബറ്റിലെ പ്രക്ഷോഭങ്ങളും ഷിൻജിയാങ് മേഖലയിലെ ഉയ്ഗുർ പ്രക്ഷോഭവും ഒളിമ്പിക്സിൻ്റെ സുഗമമായ നടത്തിപ്പിന് വെല്ലുവിളിയായിരുന്നു. ബീജിംഗിലെ കടുത്ത പുകമഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ അപമാനമായപ്പോൾ
ഫാക്ടറികൾ അടച്ചുപൂട്ടി കടുത്ത നിയന്ത്രണങ്ങളിലൂടെ ആകാശം തെളിയിച്ചെടുക്കാൻ ഷീക്ക് സാധിച്ചു. ഒരു പിഴവും ഉണ്ടാകരുത്, ചൈനയുടെ വികസനവും അച്ചടക്കവും ലോകം കാണണം. ഒളിമ്പിക്സ് ഒരുക്കങ്ങൾക്കിടെ ഷീ ജിൻപിങ് വിവിധ കോർഡിനേഷൻ കമ്മിറ്റികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതിൻ്റെ റിസൾട്ട് ലോകം കണ്ടതാണ്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങ് ഏതായിരുന്നുവെന്ന് ചോദിച്ചാൽ ലോകം പറയും 2008 ബീജിംഗ് ഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് സെറിമണി. 2008 ഓഗസ്റ്റ് 8 രാത്രി 8:08 തുടങ്ങിയ ചടങ്ങ് ഓരോ സെക്കൻഡിലും ലോകത്തെ വിസ്മയിപ്പിച്ചു. ഷീ ജിൻപിങ് തല ഉയർത്തി നിന്നു, ചൈനയുടെ അടുത്ത പരമോന്നത നേതാവിൻ്റെ പകിട്ടോടെ തന്നെ. എന്നിട്ടും ഷീ ജിൻപിങ്ങിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. പാർട്ടിക്കുള്ളിൽ ശത്രുക്കൾ കുന്നുകൂടുകയായിരുന്നു. 10ൽ 6 ശത്രുക്കളും 4 മിത്രങ്ങളുമാണ് ഷീ ജിൻപിങ്ങിന് പാർട്ടിയിലുള്ളത്. ജനപിന്തുണയും യുവാക്കൾക്കിടയിലെ സ്വാധീനവുമാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത്. പാർട്ടിയിലെ ശത്രുക്കളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ബോ സിലായ്, ടോങ്ചിങ് പ്രവിശ്യയിലെ പാർട്ടി സെക്രട്ടറി. ഷിയെപ്പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നേതാവിൻ്റെ മകനായ പ്രിൻസ് ലിങ്. വശ്യതയുള്ള വ്യക്തിത്വവും മാധ്യമ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുമുള്ള ബോ സിലായ് വെസ്റ്റേൺ വേൾഡിലും കൾട്ടുണ്ടാക്കി. മാവോ സേതുങ്ങിൻ്റെ റെഡ് കൾച്ചർ തിരിച്ചു വരണമെന്ന് പ്രസംഗിച്ച് സാധാരണക്കാരായ പാർട്ടിക്കാർക്കിടയിൽ വലിയ സ്വാധീനവും ഉണ്ടാക്കിയിരുന്നു. അടുത്ത പരമോന്നത നേതാവാകാൻ ഷിയേക്കാൾ യോഗ്യൻ താനാണെന്ന് ബോ വിശ്വസിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്നാണ് യൂട്ടേൺ അടിച്ചത്. 2012 ഫെബ്രുവരി 6 ബോ സിലായിയുടെ വലങ്കയും ചോങ്ചിങ്ങിലെ പോലീസ് മേധാവിയുമായിരുന്ന വാങ് ലിജുൻ ചെൻഡുവിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് അഭയം തേടി ഓടിയെത്തി. വാങ് ലിജുൻ അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ രഹസ്യങ്ങൾ ചൈനയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. ബ്രിട്ടീഷ് വ്യവസായിയായ നീൽ ഹേവുഡിൻ്റെ മരണത്തെക്കുറിച്ചാണ് വാങ് ലിജുൻ അമേരിക്കൻ കോൺസുലേറ്റിലിരുന്ന് കുമ്പസാരിച്ചത്. അതൊരു കൊലപാതകമായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു. കൊന്നത് ബോ സിലായിയുടെ ഭാര്യ ഗു കൈലായി. ബ്രിട്ടീഷ് ബിസിനസ്സുകാരനും ബിസിനസ് കൺസൾട്ടൻറ്റുമായിരുന്ന നീൽ ഹേവുഡ് വർഷങ്ങളോളം ചൈനയിൽ ജോലി ചെയ്തിരുന്നു. തിരിച്ചുപോയിട്ടും അദ്ദേഹം ഇടയ്ക്കിടെ ചൈനയിൽ വരും. ബോ സിലായിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗു കൈലായിയുടെയും അടുത്ത സുഹൃത്തും കൺസൾട്ടൻറ്റുമായിരുന്നു നീൽ ഹേവുഡ്. ബോ സിലായിയുടെയും കുടുംബത്തിൻ്റെയും വിദേശത്തെ സ്വത്തുക്കളും സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്നത് ഹേവുഡായിരുന്നു. ഇത്തരമൊരു ഇടപാടിലാണ് ബോ കുടുംബവും നീൽ ഹേവുഡും തമ്മിൽ തെറ്റിയത്. ബ്രിട്ടനിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് നീൽ ഹേവുഡിന് നഷ്ടമുണ്ടായി. ഈ പണം ബോ സിലായി തരണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. പണം കിട്ടിയില്ലെങ്കിൽ ബോ കുടുംബത്തിൻ്റെ അനധികൃത സ്വത്ത് വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഹേവുഡ് ഭീഷണിപ്പെടുത്തി. അതോടെയാണ് അയാളെ ഇല്ലാതാക്കുക എന്നതിലേക്ക് ബോ സിലായിയുടെ ഭാര്യ ഗു കൈലായി എത്തിയത്. 2011 നവംബർ 13 ഗു കൈലായി നീൽ ഹേവുഡിനെ ചോങ്ചിങ്ങിലെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചു. ഹേവുഡിന് മദ്യം നൽകി ബോധം കെടുത്തിയ ശേഷം സയനൈഡ് നൽകി കൊലപ്പെടുത്തി. കൊലപാതകം ഒളിപ്പിക്കാൻ അമിതമായി മദ്യം കഴിച്ചത് മൂലമുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറഞ്ഞ് മൃതദേഹം വേഗത്തിൽ ദഹിപ്പിക്കാൻ അധികൃതരും ശ്രമിച്ചു. ചോങ്ചിങ്ങിലെ പോലീസ് മേധാവിയായിരുന്ന വാങ് ലിജുൻ ഈ കൊലപാതകത്തിൽ ബോ സിലായിയുടെ ഭാര്യയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെ അയാളുടെ കഷ്ടകാലവും ആരംഭിച്ചിരുന്നു. ജീവൻ പോകുമെന്ന ഘട്ടത്തിലാണ് അമേരിക്കൻ കോൺസുലേറ്റിൽ അഭയം തേടി എല്ലാം അവരെ അറിയിച്ചത്. തെളിവുകളും അമേരിക്കയ്ക്ക് കൈമാറി. അതോടെ അമേരിക്കൻ കോൺസുലേറ്റിന് ചുറ്റും ബോ സിലായിയുടെ അർദ്ധസൈനിക വിഭാഗം തമ്പടിച്ചെങ്കിലും ബീജിംഗിൽ നിന്നുള്ള കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. അവർ കോൺസുലേറ്റിൽ നിന്ന് വാങ് ലിജുനെ ബീജിംഗിലേക്ക് കൊണ്ടുപോയി. ഈ അവസരം ഷീ ജിൻപിങ് കൃത്യമായി ഉപയോഗിച്ചു. അദ്ദേഹം ബോ സിലായിയെ എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കി അറസ്റ്റ് ചെയ്തു. അഴിമതി, അധികാര ദുർവിനിയോഗം, കൊലപാതകത്തിലെ ഗൂഢാലോചന എന്നിവയ്ക്ക് ഗു കൈലായിക്ക് മരണശിക്ഷ വിധിച്ചു. ഇത് പിന്നീട് ജീവപര്യന്തമായി കുറച്ചു. ഭയന്ന് അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ഓടിയെത്തിയ പോലീസ് ചീഫ് വാങ് ലിജുന് 15 വർഷം തടവാണ് കിട്ടിയത്. എന്തായാലും അതോടെ ചൈനീസ് പോലീസിലെയും പാർട്ടി നേതാക്കളുടെ സുരക്ഷാ വിഭാഗത്തിലെയും ഗ്രൂപ്പിസം ഷീ ജിൻപിങ് അവസാനിപ്പിച്ചു. അധികാരത്തിലേക്കുള്ള പ്രയാണത്തിൽ ഷീ ജിൻപിങ്ങിൻ്റെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു തടസ്സം കൂടി ഇല്ലാതാവുകയായിരുന്നു. നാടകീയതകൾ അതുകൊണ്ടും തീർന്നില്ല. ബോ സിലായി അറസ്റ്റിലായെങ്കിലും ഷിയുടെ പട്ടാഭിഷേകം നടക്കാനുള്ള 2012 സെപ്റ്റംബറിലെ 18ാം പാർട്ടി കോൺഗ്രസിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ലീ ജിൻപിങ് പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷനായി. 2012 സെപ്റ്റംബർ 1 ലോകം അദ്ദേഹത്തെ അവസാനമായി പൊതുവേദിയിൽ കണ്ടത്. സെപ്റ്റംബർ 5 ബീജിംഗിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിൻ്റനുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം റദ്ദാക്കിയെന്ന് പിന്നാലെ വാർത്ത വന്നു. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ സിയാൻ ലൂങ്ങുമായും റഷ്യൻ പ്രതിനിധി സംഘവുമായും നിശ്ചയിച്ചിരുന്ന നിർണായക കൂടിക്കാഴ്ചകളും അവസാന നിമിഷം റദ്ദാക്കി. ഷീ ജിൻപിങ് എവിടെയെന്ന് ലോകം ചോദിച്ചു. പല ഊഹാപോഹങ്ങളും പ്രചരിച്ചു. ഷീക്ക് നീന്തുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റെന്നായിരുന്നു ഒരു വാർത്ത. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് തായ്വാനീസ് ചാനൽ റിപ്പോർട്ട് ചെയ്തു. ബോ സിലായിയുടെ സെക്യൂരിറ്റി ചീഫായിരുന്ന ഷൗ യോങ്കോങ്ങിൻ്റെ ഗ്യാങ് ഷിയെ വധിക്കാൻ ശ്രമിച്ചെന്നും ഊഹാപോഹമുണ്ടായി. എല്ലാത്തിനും വിരാമമിട്ട് സെപ്റ്റംബർ 15 ബീജിംഗ് കേർഷൻ സർവകലാശാലയിലെ ചടങ്ങിൽ ഷീ ജിൻപിങ് പൂർണ്ണ ആരോഗ്യവാനായി പ്രത്യക്ഷപ്പെട്ടു. ഈ 14 ദിവസവും അദ്ദേഹം എവിടെയായിരുന്നു? ഷീ ഒരു വിലപേശലായിരുന്നു, സമ്പൂർണ്ണ അധികാരത്തിന് വേണ്ടിയുള്ള വിലപേശൽ. തനിക്ക്
പൂർണ്ണമായ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളും. ചൈനീസ് മിലിറ്ററി കമ്മീഷന്റെ അധ്യക്ഷ പദവി നൽകിയില്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഏറ്റെടുക്കില്ലെന്ന് ഷീ ഉപാധി വെച്ചു. കേന്ദ്ര കമ്മിറ്റി സമ്മർദ്ദത്തിലായി. ഒടുവിൽ ഹു ജിൻടാവോ സ്ഥാനമൊഴിയുമ്പോൾ മിലിറ്ററി മേധാവി സ്ഥാനം കൂടെ ഉടനടി കൈമാറാൻ അവർ സമ്മതിച്ചു. ഇതാണ് ഷീ ജിൻപിങ്. ഏത് എഡ്ജിൽ നിന്നും തനിക്ക് ആവശ്യമുള്ളത് വിലപേശി വാങ്ങാനുള്ള ആ ചങ്കൂറ്റമാണ് ഷീ ജിൻപിങ്ങിനെ മാവോയ്ക്ക് ശേഷം ചൈന കണ്ട ഏറ്റവും ശക്തനായ നേതാവാക്കിയത്. 2012 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ തലപ്പത്തേക്ക് ഷീ ജിൻപിങ് എത്തിയപ്പോൾ ലോകത്തിൻ്റെ രാഷ്ട്രീയ ഗതി തന്നെയാണ് മാറിയത്. മുൻഗാമികളായ ഡെങ് സിയാവോപിങ്, ജിയാങ് സെമിങ്, ഹു ജിൻടാവോ എന്നിവർ തുടർന്നു പോന്ന കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന കൂട്ടുത്തരവാദിത്ത ഭരണം ഷീ ജിൻപിങ് ചാവറ്റുകൊട്ടയിലെറിഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം കൃത്യമായി കളമറിഞ്ഞു കളിച്ചു. അധികാരമേറ്റ ഉടൻ ചൈനീസ് അസ്തിത്വം പുനരുജ്ജീവിപ്പിക്കാൻ എന്ന് വിശേഷിപ്പിച്ച് ഷീ ജിൻപിങ് ദ ചൈനീസ് ഡ്രീം എന്ന ആശയം പ്രഖ്യാപിച്ചു. പിന്നെയെല്ലാം ചട്ടപ്പടി നടന്നു. 2013 മാർച്ചിൽ ചൈനീസ് പ്രസിഡന്റ് പദവിയിലേക്ക് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ഷീ ജിൻപിങ്ങിനെ നാമനിർദ്ദേശം ചെയ്തു. പാർട്ടി, സൈന്യം, ഭരണകൂടം എന്നീ 3 പ്രധാന അധികാര കേന്ദ്രങ്ങളുടെയും അമരക്കാരനായി ഷീ മാറി. കാത്തുവച്ചിരുന്നത് ഓരോന്നായി ഷീ പുറത്തെടുത്തു. ആദ്യം അധികാരം ഉറപ്പിക്കണം. അതിലെ ഏറ്റവും നിർണായകമായ ഘട്ടം അഴിമതി വിരുദ്ധ പ്രചാരണമാണ്. വലിയ മീനുകളെ തന്നെ ആദ്യം പിടിച്ചു. പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ അംഗവും ആഭ്യന്തര സുരക്ഷാ മേധാവിയുമായിരുന്ന ഴു യോങ്കാങ്, സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാൻമാരായിരുന്ന വിങ് സിയാങ് ഷിയാങ്, ഗോ ബോക്സിയോങ് എന്നിവർ അഴിമതി കുറ്റത്തിന് ജയിലിനകത്തേക്ക്. ചൈനീസ് ആർമിയിലും പോലീസിലും സുരക്ഷാ സേനകളിലുമായി 10,000-ലേറെ ഓഫീസർമാരാണ് ശിക്ഷിക്കപ്പെട്ടത്. ചൈനീസ് സൈന്യത്തിന്മേൽ പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം ഷീ ഉറപ്പിച്ചു. 2013 സെപ്റ്റംബറിൽ കസാഖിസ്ഥാനിലെ നാസർബായേവ് സർവകലാശാലയിൽ വെച്ച് സിൽക്ക് റോഡ് ഇക്കണോമിക് ബെൽറ്റും ഒക്ടോബർ മാസം ഇന്തോനേഷ്യയിൽ വെച്ച് 21st സെഞ്ച്വറി മാരിടൈം സിൽക്ക് റോഡും ഷീ പ്രഖ്യാപിച്ചു. ഇതാണ് പിന്നീട് ബെൽറ്റ് ആൻഡ് റോഡ്സ് ഇനീഷ്യേറ്റീവ് എന്നറിയപ്പെട്ടത്. ലോകം അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും ചെലവേറിയതുമായ നിർമ്മാണ പദ്ധതികളുടെ ഒരു ചെയിനാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഏഷ്യയെയും യൂറോപ്പിനെയും മധ്യേഷ്യ വഴി ബന്ധിപ്പിക്കുന്ന റെയിൽ, റോഡ്, എണ്ണ പൈപ്പ് ലൈനുകൾ, തെക്കൻ ചൈന കടലിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ മഹാസമുദ്രം വഴി ആഫ്രിക്കയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന കടൽപാതകളും തുറമുഖങ്ങളും വരെ. പിന്നെ ചൈനയോട് ആവശ്യപ്പെടുന്ന എല്ലാ ദരിദ്ര രാജ്യങ്ങൾക്കും കൈ അയച്ച വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും റോഡുകളും പാലങ്ങളും ഒക്കെ ഉണ്ടാക്കി നൽകൽ. ഇതൊന്നും വെറുതെ പ്രഖ്യാപിക്കുകയല്ല, 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് പൂർത്തിയാക്കുകയാണ് ചെയ്തത്. $1.4 ട്രില്യൺ പദ്ധതികൾ 10 വർഷം കൊണ്ട് 75% പൂർത്തിയാക്കുക എന്നാൽ അത് ഷീയുടെ ചൈനയ്ക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. ഒരു മേൽപ്പാലം ഉണ്ടാക്കാൻ 40 വർഷം വേണ്ടിവരുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്. അധികാരത്തിൻ്റെ ആദ്യ ടേമിൽ ഓരോ ദിവസവും ഷീ ജിൻപിങ് ലോകരാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്നതാണ് കണ്ടത്. 2015 നവംബറിൽ സിംഗപ്പൂരിലെ ഷാങ്ഗ്രില ഹോട്ടലിൽ തായ്വാൻ പ്രസിഡന്റ് മാനിങ് ജിയോയും ഷീ ജിൻപിങ്ങും തമ്മിൽ ചരിത്രപരമായ ഹസ്തദാനം നടന്നു. 1949 ശേഷം ഇരു രാജ്യങ്ങളുടെയും പരമോന്നത നേതാക്കൾ ആദ്യമായി നേർക്കുനേർ കണ്ട നിമിഷം. വൺ ചൈന നടക്കുമോ ഇല്ലയോ എന്നറിയാനായിരുന്നു ആ കൂടിക്കാഴ്ച. അതിന്നും സ്വപ്നം മാത്രമാണെങ്കിലും. 2016 ഒക്ടോബറിൽ പാർട്ടിയുടെ കോർ ലീഡറായി ഷീ വാഴിക്കപ്പെട്ടു. 2017 ഒക്ടോബറിലെ 19ാം പാർട്ടി കോൺഗ്രസിൽ തൻ്റെ പ്രത്യയശാസ്ത്രമായ ഷീ ജിൻപിങ് തോട്ട് അദ്ദേഹം പാർട്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. മാവോ സേതുങ്ങിന് ശേഷം സ്വന്തം പേരിലൊരു ചിന്താധാര പാർട്ടി ഭരണഘടനയിൽ എഴുതി ചേർത്തതിൻ്റെ കാരണഭൂതനായി ഷീ മാറി. 2018 മാർച്ച് 11 നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ചൈനീസ് ഭരണഘടനയിൽ നിർണായക ഭേദഗതി വരുത്തി. പ്രസിഡന്റിന് പരമാവധി 2 തവണ, അതായത് 10 വർഷം മാത്രമേ അധികാരത്തിൽ തുടരാനാകൂ എന്ന വ്യവസ്ഥ ചവറ്റുകുട്ടയിലെറിഞ്ഞു. ഷീ ജിൻപിങ്ങിന് അനന്തകാലം അധികാരത്തിൽ തുടരാനുള്ള വഴിവെട്ടലായിരുന്നു അത്. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിലെ 2960 വോട്ടുകളിൽ ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത് 2 പേർ മാത്രമായിരുന്നു എന്ന് ഓർക്കണം. പണ്ടൊരിക്കൽ അയോവയിൽ മിസിസിപ്പി നദിക്കരയിലിരുന്ന് ഷീ കണ്ടൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആഗോള വിപണിയിൽ അമേരിക്കയും ചൈനയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ദിവസം. ഷീ അതിനുള്ള മുന്നൊരുക്കങ്ങളിലായിരുന്നു. അതിനിടെയാണ് 2018 തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി തീരുവ ചുമത്തിയത്. അത് ഇന്നും അവസാനിക്കാത്തൊരു തുറന്ന വാണിജ്യ യുദ്ധമാണ്. പൂനിമ്മയ്ക്കൂര് പോലെ 2019 ഹോങ്കോങ്ങിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. കുറ്റവാളികളെ ചൈനയ്ക്ക് കൈമാറുന്നതിനുള്ള ബില്ലിനെതിരെ തുടക്കമിട്ട പ്രതിഷേധം ചരിത്രത്തിലെ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറി. ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങി ജനാധിപത്യത്തിനും സ്വയംഭരണാവകാശത്തിനും വേണ്ടി പോരാടി. ഷീ അനങ്ങിയില്ല. 2020 ജൂണിൽ ഹോങ്കോങ്ങിനായി ബെയ്ജിംഗ് പുതിയ ദേശീയ സുരക്ഷാ നിയമം കൊണ്ടുവന്നു. ഇതിലൂടെ ഹോങ്കോങ്ങിൻ്റെ ഒരു രാജ്യം 2 ഭരണം അവസാനിച്ചു. ലോ ആൻഡ് ഓർഡറിലും ക്രൈമിലും ചൈനീസ് ഭരണകൂടത്തിന് നേരിട്ടിടപെടാനുള്ള അധികാരം കിട്ടി. പ്രക്ഷോഭകർ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ വിദേശത്തേക്ക് നാടുകടത്തപ്പെടുകയോ ചെയ്തു. അതായിരുന്നു ഷീ.
അതേസമയം വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഷിൻജിയാങ് പ്രവിശ്യയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന സുരക്ഷാ നടപടികൾ വലിയ അന്താരാഷ്ട്ര വിമർശനങ്ങൾക്ക് വഴിവെച്ചു. തീവ്രവാദ പ്രതിരോധത്തിന്റെ പേരിൽ ദശലക്ഷക്കണക്കിന് ഉയ്ഗൂറുകളെ പുനരധിവാസ ക്യാമ്പുകളിൽ തടവിലാക്കിയെന്ന ആരോപണം ചൈനയ്ക്കെതിരെ യുഎന്നും പാശ്ചാത്യ രാജ്യങ്ങളും ഉയർത്തി. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ചൈനയുടെ ഐക്യവും ആഭ്യന്തര സുരക്ഷയുമാണ് പരമപ്രധാനമെന്ന നിലപാടിൽ ഷീ ജിൻപിങ് ഉറച്ചുനിന്നു. 2019 അവസാനത്തോടെ വുഹാൻ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട വിചിത്രമായ ശ്വാസകോശ രോഗം ലോകത്തെ തന്നെ മാറ്റിമറിച്ച COVID-19 മഹാമാരിയായി പടർന്നു. തുടക്കത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന വിമർശനം പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയർന്നെങ്കിലും 2020 ജനുവരിയോടെ ഷീ ജിൻപിങ് നേരിട്ട് സ്ഥിതിഗതികളുടെ ചുമതല ഏറ്റെടുത്തു. ജനുവരി 23 1 കോടിയിലധികം ജനസംഖ്യയുള്ള വുഹാൻ നഗരം പൂർണ്ണമായും അടച്ചിട്ടു. രോഗവ്യാപനം തടയാൻ ഷീ പ്രഖ്യാപിച്ച തന്ത്രമായിരുന്നു സീറോ കോവിഡ്. വ്യാപകമായ PCR പരിശോധനകൾ, മാസങ്ങളോളം നീണ്ടുനിന്ന ലോക്ക്ഡൗണുകൾ, അതിർത്തികൾ പൂർണ്ണമായി അടച്ചിടൽ, ഡിജിറ്റൽ QR കോഡുകൾ വഴിയുള്ള കർശനമായ സഞ്ചാര നിയന്ത്രണം, ഇതെല്ലാം സീറോ കോവിഡിൻ്റെ ഭാഗമായിരുന്നു. അടുത്ത 3 വർഷത്തോളം ചൈന ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. 2021 ജൂലൈ 1 ബെയ്ജിങ്ങിലെ ടിയാനൻമെൻ സ്ക്വയറിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികാഘോഷത്തിൽ മാവോയുടെ ചിത്രത്തിന് നേരെ ഷീ ജിൻപിങ് നെഞ്ചു വിരിച്ചു നിന്നു. തൻ്റെ ബാല്യം കവർന്ന, പിതാവിനെ 1 പതിറ്റാണ്ടുകാലം ജയിലിലിട്ട, കുടുംബത്തെ ചിതറിച്ച, സഹോദരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ നേതാവിനോടുള്ള പരിഹാസം പോലെ. മാവോ സേതുങ്ങിന് വെറുപ്പുള്ളൊരു വസ്ത്രധാരണ ശൈലിയാണ് ഷീ നടത്തിയത്. മാവോയുടെ കോട്ട് പോലെ തോന്നുന്ന, എന്നാൽ മാവോയ്ക്ക് വെറുപ്പുണ്ടായിരുന്ന ശൈലി. ആ സമ്മേളനത്തിൽ ചൈനീസ് ഗ്രാമീണ മേഖലയിലെ അതിദരിദ്രരെ നമ്മൾ ഇല്ലാതാക്കിയെന്ന് ഷീ പ്രഖ്യാപിച്ചു. ഇത് അതിദരിദ്രരില്ലാത്ത ചൈനയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പൊതുസമൃദ്ധി എന്നൊരു പുതിയ കർമ്മ പദ്ധതിയും ഷീ പ്രഖ്യാപിച്ചു. ടെക് ഭീമന്മാരായ അലിബാബയ്ക്കും ടെൻസെന്റിനുമെല്ലാം വലിയ തുക പിഴ ചുമത്തി. അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തി. അലിബാബ സ്ഥാപകൻ ജാക്മായെ മാസങ്ങളോളം പൊതുവേദിയിൽ നിന്ന് അപ്രത്യക്ഷനാക്കി. കടക്കണിയിലായ എവർഗ്രാൻഡെ പോലുള്ള കൂറ്റൻ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾക്ക് വായ്പാ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. വിദ്യാഭ്യാസ ചെലവ് കുറയ്ക്കുന്നതിനായി സ്വകാര്യ ട്യൂഷൻ മേഖല പൂർണ്ണമായും നിരോധിച്ചു. 2022 ഒക്ടോബറിൽ നടന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം പാർട്ടി കോൺഗ്രസ് ഷീ ജിൻപിങ്ങിൻ്റെ പൂർണ്ണ രാഷ്ട്രീയ ആധിപത്യം എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തു. ആ പാർട്ടി കോൺഗ്രസിൽ ഒരു നാടകീയ സംഭവം ഉണ്ടായി. കോൺഗ്രസിൻ്റെ സമാപന സമ്മേളനത്തിനിടെ ഷീ ജിൻപിങ്ങിന് തൊട്ടടുത്തിരുന്ന മുൻ ചൈനീസ് പ്രസിഡന്റ് ഹൂ ജിൻഡാവോയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബലമായി വേദിയിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്യാമറകൾക്ക് മുന്നിലാണ് ഇതെല്ലാം നടന്നത്. ഷീ തൻ്റെ എതിരാളികളെയും പഴയ തലമുറയെയും എത്രമാത്രം നിഷ്പ്രഭമാക്കിയെന്ന് ലോകത്തിന് തിരിഞ്ഞു. ഈ സമ്മേളനത്തിൽ മുൻഗാമികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പാലിച്ചിരുന്ന 10 വർഷത്തെ, അതായത് 2 ടേമിൻ്റെ അധികാര പരിധി കാറ്റിൽ പറത്തി 3ാം തവണയും ഷീ ജിൻപിങ് പാർട്ടി ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. മാവോ സേതുങ്ങിന് ശേഷം ഇത്രകാലം പദവിയിൽ തുടരുന്ന ആദ്യ നേതാവായി അദ്ദേഹം മാറി. പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സ്വന്തം വിശ്വസ്തരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഷീ ഭരണം സുരക്ഷിതമാക്കി. 3ാം ടേം ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഷീ ജിൻപിങ്ങിന് തൻ്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളി നേരിടേണ്ടി വന്നു. 3 വർഷത്തോളമായി തുടരുന്ന സീറോ കോവിഡ് നയവും നിരന്തരമായ ലോക്ക്ഡൗണുകളും ചൈനയിലെ സാമ്പത്തിക അവസ്ഥയെയും ജനങ്ങളുടെ ജീവിതത്തെയും സാരമായി ബാധിച്ചിരുന്നു. 2022 നവംബറിൽ ഉർംചിയിലെ ഒരു കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലോക്ക്ഡൗൺ കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെന്നും മരണങ്ങൾ സംഭവിച്ചെന്നും വാർത്ത പരന്നതോടെ ജനരോഷമിരമ്പി. ബെയ്ജിങ്ങിലും ഷാങ്ഹായിലും വുഹാനിലും ജനങ്ങൾ തെരുവിലിറങ്ങി. സെൻസർഷിപ്പിനെതിരെ പ്രതിഷേധ സൂചകമായി വൈറ്റ് പേപ്പർ ഉയർത്തിപ്പിടിച്ച് അവർ സമരം ചെയ്തു. ചിലയിടങ്ങളിൽ ഷീ ജിൻപിങ് രാജിവെക്കുക എന്ന മുദ്രാവാക്യം വരെയുണ്ടായി. ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് 2022 ഡിസംബർ ആദ്യവാരം ഷീ ജിൻപിങ് സീറോ കോവിഡ് നയം ഒരൊറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായും പിൻവലിച്ചു. അധികാരം വീണ്ടും ഉറപ്പിച്ച ശേഷം പാർട്ടിയിലെയും സൈന്യത്തിലെയും അഴിമതിയും കൂറില്ലായ്മയും തുടച്ചു നീക്കാൻ ഷീ അടുത്ത ഘട്ടം അടിച്ചമർത്തലുകൾ ആരംഭിച്ചു. മുൻപ് എതിരാളികളെയായിരുന്നു പുറത്താക്കിയിരുന്നതെങ്കിൽ ഇത്തവണ ഷീ തന്നെ പാർട്ടിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിശ്വസ്തരായിരുന്നു ഇരകൾ. ഷീയുടെ അടുത്തയാളും വിദേശകാര്യമന്ത്രിയുമായിരുന്ന ക്വിൻ ഗാഗ് 2023 ജൂണിൽ പെട്ടെന്ന് പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായി. തൊട്ടുപിന്നാലെ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കി. ചൈനയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ലീ ഷാങ്ഫുവും മാസങ്ങൾക്ക് ശേഷം സമാനമായ രീതിയിൽ കാണാതാവുകയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും ചെയ്തു. ചൈനയുടെ ആണവായുധ ശേഖരത്തിൻ്റെ ചുമതലയുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ റോക്കറ്റ് ഫോഴ്സിലെ ഉന്നത ജനറൽമാരും കടുത്ത അഴിമതി ആരോപണങ്ങളെ തുടർന്ന് പുറത്താക്കപ്പെട്ടു. സ്വന്തം അനുയായികളാണെങ്കിൽ പോലും പരമമായ വിശ്വസ്തത പുലർത്താത്ത ആരെയും വെച്ചു പൊറുപ്പിക്കില്ലെന്ന സന്ദേശമാണ് ഷീ നൽകിയത്. ഇന്ന് മാവോ സേതുങ്ങിന് ശേഷം ചൈന കണ്ട ഏറ്റവും ശക്തനായ നേതാവായി ഷീ ജിൻപിങ് അവിടെ തന്നെയുണ്ട്. പാർട്ടിയുടെയും സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും പരമാധികാരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രം. ഷീക്ക് ഇനിയൊരു സ്വപ്നം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മിസിസിപ്പി നദിക്കരയിലെ ആ സ്വപ്നം. അമേരിക്കയ്ക്ക് മേൽ ചൈനയുടെ അന്തിമ സാമ്പത്തിക വിജയം. അതിനുവേണ്ടി ആരുമായും ഷീ കൂട്ടുകൂടും. എന്തിനും കൂടെ നിൽക്കും.